يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد، على جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. فتعالى الله الملك الحق، لا إله إلا هو رب العرش الكريم. ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه، إنه لا يفلح الكافرون. وقل رب اغفر وارحم وأنت خير الراحمين. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. سبعة يظلهم الله في ظله يوم لا ظل إلا ظله، الإمام العادل، وشاب نشأ في عبادة ربه. صدق شفيعنا رسول الله صلى الله عليه وسلم. أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ، أقيم مقاما لم يقم فيه مرسل، وأمست له حجب الجلال توطأ. إلى العرش والكرسي أحمد قد دنا، فنورهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ബഹുവന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭൂമിയിലെ ഒരു പുണ്യകർമ്മം അതിന് ഏകദേശം പരിസമാപ്തി കുറിച്ച് അതിൻ്റെ ഉദ്ഘാടനവും പ്രതീക്ഷിച്ച് കാത്തുകൊണ്ടിരിക്കുന്ന അസുലഭ മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ, കാരണവന്മാർ, പ്രവർത്തകന്മാർ, സഹപാഠികൾ, ശിഷ്യന്മാർ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഖൈറായ നിലക്ക് പ്രവർത്തിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും പലവിധ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ സദസ്സിലും മറ്റും ദുആ കൊണ്ട് പ്രത്യേകം അറിയിച്ച മുഴുവൻ ആളുകളുടെയും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഈ വിശ്വാസികളുടെ ഈ സംഗമവും നല്ല വഴിക്കുള്ള ഈ ഒത്തുചേരലും കാരണമായി അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് ദീനിന്റെ ഖിദ്മത്തിലായി അല്ലാഹു അവർക്കും നമുക്കും ഏറ്റി തെരുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നു.
അഭിവന്യരായ പൊന്മള ഉസ്താദിന്റെ ഭാഷണം നമുക്ക് മതിയാക്കാൻ തോന്നിയിട്ടല്ല, ഉസ്താദിന് വേറെ പരിപാടിക്ക് തിരക്കുള്ളത് കൊണ്ട് പുറപ്പെട്ടതാണ്. അങ്ങനെ അങ്ങോട്ട് നിന്നാൽ നേരം പൊളുക്കും വരെ പിന്നെയും പിന്നെയും രാവും പകലും എത്രയോ പറഞ്ഞാലും തീരാത്ത വലിയ വിജ്ഞാനത്തിന്റെ ഉടമയാണ് മഹാനവറുകൾ. മലപ്പുറം ടൗണിലെ കോട്ടപ്പടി പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എത്രയോ പണ്ഡിതന്മാരും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും സംഗമിക്കുന്ന വലിയ ഫത്ഹുൽ മുഈനിന്റെ സബക്ക് നടക്കും. വർഷങ്ങളായി മസ്അലകൾ ഇങ്ങനെ, സംശയങ്ങൾ ഇങ്ങനെ വരുമ്പോ അതിന്റെ മറുപടിയൊക്കെ വരുന്ന സമയത്തുള്ള ഒരു ആവേശം. ഇവിടെ തന്നെ നോക്ക് നിങ്ങൾ, കുറഞ്ഞ നേരമാണ് സംസാരിച്ചതെങ്കിലും ഒരു വാക്കുപോലും വിടാനില്ല. പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒതുങ്ങും തരത്തിലുള്ള ഹ്രസ്വമായ ഒരു പ്രഭാഷണം. അതൊന്നും വെറുതെ പറഞ്ഞതല്ല, കിതാബ് ഇമാമിങ്ങൾ സലക്ഷം വിവരിച്ചതാണല്ലോ. ഇബാറത്തടക്കം അങ്ങനെ വിവരിക്കാൻ കഴിയുന്ന വലിയ വലിയ കെൽപ്പുറ്റ ആലിമുകൾ നമ്മുടെ നാട്ടിലും നമ്മുടെ നേതൃനിരയിലുമുണ്ട്. അള്ളാഹു അവർക്കും നമ്മുടെ മുഴുവൻ ആലിമുകൾക്കും സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരുടെ ഖിദ്മത്തും അവരുടെ തദ്രീസും അവരുടെ താലീമിലും അള്ളാഹു വലിയ ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാകട്ടെ. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമുഖമായി ഒരു ചെറിയ കാര്യം സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കും. നമുക്കെല്ലാവർക്കും അനിവാര്യമായ ഒരു വിഷയമാണല്ലോ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നേരത്തെ അറിഞ്ഞതുപോലെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറ, നന്മയുടെ വഴികളിലേക്ക് അവരെ വിളിച്ചു കൈപിടിച്ചു കൊണ്ടുവരാൻ ഒരുപാട് വിഷയങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, പകർത്തേണ്ടതുണ്ട്. ഒക്കെ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും വളരെ കാര്യമാത്ര പ്രസക്തമായ ചിലത് മാത്രം പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഏതൊരു നാട്ടിലും, ഏതൊരു പ്രസ്ഥാനത്തിനും, ഏതൊരു സംഘടനക്കും ഏറ്റവും വലിയ ശക്തി പകരുന്നത് യുവസമൂഹങ്ങളെ കൊണ്ടാണ്. അവർ നേരിന്റെ ദിശയിലേക്ക് വരാൻ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ രക്ഷിതാക്കളായ നമ്മിൽ ഓരോരുത്തരും ഉണ്ടായേ പറ്റൂ. നമുക്കൊക്കെ അതിനുള്ള കഴിവ് അല്ലാഹു തആല നേരത്തെ തന്നിട്ടുണ്ട്. അതൊന്ന് ഉപയോഗിച്ചാൽ മതി. ഏതെങ്കിലും നല്ല ഒരു യുവാവ്, കരുത്തുറ്റുള്ള ഒരു യുവാവ്, ആരോഗ്യവും ആവേശവും എല്ലാം നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്ന രീതിയിലുള്ള ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി ഒരു കുടുംബത്തിലുണ്ടായാൽ ആ കുടുംബം മൊത്തം ആ ഒരു നേതൃത്വം കൊണ്ട്, ആ ഒരു മഹത്വം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരും. അത് ലോക ചരിത്രം അതിന് സാക്ഷിയാണ്. പക്ഷെ ആമുഖമായി ഞാനൊരു കാര്യം പറയുന്നത്, അറിവ് ഇന്നലെയും നിങ്ങൾ കേട്ടു, ഇപ്പൊ ഉസ്താദ് അവർകൾ പറഞ്ഞതും കേട്ടു. ബഹുമാനപ്പെട്ട CP ഉസ്താദ് ഇവിടെ ഒരുപാട് അറിവുകൾ പകർന്നുകൊണ്ടിരിക്കുന്നു. മാസാന്തം ഫാമിലി ക്ലാസ്സുകൾ, മാസാന്തം ആഴ്ചയിൽ ഫാമിലി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായി. ധാരാളം വിജ്ഞാനത്തിന്റെ മേഖലകൾ, അതിനപ്പുറം 24 മണിക്കൂറും മാധ്യമങ്ങളുമായി തുറന്നിരിക്കുന്നവരാണ് നാം എല്ലാവരും. പക്ഷേ നമ്മുടെ ഇസ്ലാം ഒരു സിമ്പിൾ ഓഫ് ഇസ്ലാമായി മാറരുത്. ഒരു ഇസ്ലാമിന്റെ ഒരു മേച്ചിൽപ്പുറം മാത്രമായി മാറരുത് നമ്മുടെ ജീവിതം. അതിനപ്പുറം സ്പിരിറ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ ഏറ്റവും കരുത്താർന്ന രീതിയിലുള്ള നല്ലൊരു പ്രവർത്തനവും നല്ലൊരു ജീവിതവും നമ്മിൽ ഉണ്ടാവണം. അതിനെന്താ വേണ്ടത്? പ്രവൃത്തിപഥത്തിൽ അറിയുന്ന വിഷയങ്ങൾ പ്രശോഭിപ്പിക്കാനുള്ള സന്നദ്ധത വേണം. മുൻഗാമികളും നമ്മിലും തമ്മിലുള്ള വലിയൊരു അന്തരം അവിടെയാണ്. നമ്മുടെ പൂർവികരായ ആളുകൾ, ഉപ്പാപ്പമാരാകട്ടെ, ഉമ്മാമ്മമാരാകട്ടെ, ഉസ്താദുമാരാകട്ടെ, അവരുടെ ജീവിതത്തിൽ നിയലിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മിലില്ല. അറിവിന്റെ കുറവ് കൊണ്ടാണോ? അറിവ് പഠിക്കാനുള്ള ഉപകരണങ്ങളുടെ കുറവ് കൊണ്ടാണോ? അല്ല, അവരെക്കാൾ ഇന്ന് നമുക്ക് സൗകര്യമേറെയാണ്. പഴയ കാലത്ത് നമ്മുടെ ഈ അണ്ടോണയിലൊക്കെ ഒരു വയല് വെക്കുകയാണെങ്കിൽ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നത് നമുക്ക് നോക്കിയാൽ അറിയും, ചൂട്ട് കത്തിച്ചിട്ടാണ്.
ചൂട്ട് കത്തിച്ച് ഒരുപാട് ചൂട്ടുകൾ ഇങ്ങനെ വരും, അതവിടെ കെടുത്തി വെക്കും, പോകുന്ന സമയത്ത് വീണ്ടും കത്തിക്കും. വാഹനങ്ങൾ ഇല്ല. അന്ന് നാട്ടിൽ ഒരാൾ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ അയാളെ വാഹനം പോകുമ്പോ ഇന്ന് ജാഥ പോകുന്നത് കാണുന്നത് പോലെ ആളുകൾ ആ വാഹനം നോക്കും. അത്രയും പരിമിതമാണെന്ന് വാഹനം. സൗകര്യങ്ങളൊക്കെ വളരെ കുറവ്. പക്ഷേ അന്ന് ഇൽമിന്റെ സൗരഭ്യം എത്രമാത്രം വലുതായിരുന്നു. കിട്ടുന്ന അറിവ് അപ്പപ്പോൾ പകർത്തുന്ന ഒരു ശൈലി. അതുകൊണ്ട് തന്നെ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ പ്രവൃത്തിപഥത്തിൽ ആ അറിവ് പ്രശോഭിപ്പിക്കാനുള്ള വലിയ അറിവ് വേണം. അത് നാം എല്ലാവരും ആർജിച്ചെടുക്കേണ്ട ഒരു വലിയ വിഷയമാണ്. അങ്ങനെ ആർജിച്ചെടുത്താൽ അല്ലാഹു തആല നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ കുടുംബത്തിനും കണക്കില്ലാത്ത രൂപത്തിൽ അഭിവൃദ്ധിയും വിശാലതയും നൽകും. അറിയാത്ത ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ അല്ലാഹു തആല തുറന്നു വെക്കും. മഹാരഥന്മാർ നിങ്ങൾ നോക്ക്, വലിയ അറിവുണ്ടായിട്ട് ഏതൊരു ചെറിയ കുട്ടിയിൽ നിന്ന് കിട്ടുന്ന അറിവാണെങ്കിലും അത് പകർത്തും. ഒരു സാധാരണ തൊഴിലാളി, പറമ്പ് കൊത്തുന്ന ഒരു തൊഴിലാളി, അയാൾ നല്ല മനുഷ്യനാ, ഹലാലാ ജോലിയല്ലേ ചെയ്യുന്നത്, പക്ഷെ ഒരു പാവം മനുഷ്യനാ. നമ്മുടെ വീക്ഷണത്തിൽ വലിയ ഒരു തൊഴിലുള്ള ആളൊന്നുമല്ലല്ലോ. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു 10,000 ഒന്നും കീശയിൽ വരൂല, എണ്ണിയാ തീർന്നു പോകുന്ന പൈസ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ഹലാലാ ജോലി ചെയ്യുന്ന ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരാണ് പഴയ കാലത്തെ ഒരു ആലിമിനെ ഉപദേശിക്കുന്നതെങ്കിൽ പോലും ആ ആലിം അത് കേൾക്കുന്നു മാത്രമല്ല, അത് അപ്പോൾ തന്നെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും. ഇങ്ങനെയാണ് പഴയ കാലത്തെ ശൈലി. ഞാനൊരു ഉദാഹരണം പറയാം. ആ ഉദാഹരണം നമ്മുടെ മനസ്സിൽ കിട്ടുന്ന അറിവുകളൊക്കെ പകർത്താനുള്ള വലിയൊരു വഴിയായി മാറണം. അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല? എന്താണ് അബൂ ഹനീഫ തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത? ബാക്കി 3 ഇമാമിങ്ങൾക്കും ആ പ്രത്യേകതയില്ല. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ്, 1-ാം നൂറ്റാണ്ട്. ഈ ഹിജറ 1-ാം നൂറ്റാണ്ടിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ 4 ഇമാമുകളിൽ ഏക മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല. നമ്മുടെ ഇമാമായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് 2-ാം നൂറ്റാണ്ടിലാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ജനിക്കുന്നതും 2-ാം നൂറ്റാണ്ടിലാണ്. അബൂ ഹനീഫ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിക്കുന്നതും 2-ാം നൂറ്റാണ്ടിന്റെ ഏകദേശം അവസാനത്തിലാണ്, 3-ാം നൂറ്റാണ്ടിലാണ് ജീവിതം. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടി. സ്വഹാബിമാരെ കണ്ടു. വലിയ വിജ്ഞാനത്തിന്റെ ഉടമയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ആ അബൂ ഹനീഫ തങ്ങൾ ഹജ്ജിന് പോയി. പരിശുദ്ധ മക്കയിൽ ഹജ്ജിനെത്തി. ഹജ്ജിന് പോയ എല്ലാവർക്കും അറിയാം, ഹജ്ജിൽ നിന്ന് തഹല്ലുലാകാൻ 2-3 മാർഗങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മാർഗമാണ് മുടി കളയൽ. മുടി കളയാൻ വേണ്ടി എവിടെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു ഹല്ലാക്കിനെ നോക്കി, ഒരു മുസയ്യിനെ നോക്കി നടക്കുകയാണ്. അറബിയിൽ അങ്ങനെയാണല്ലോ പറയാ, മുസയ്യിൻ അല്ലെങ്കിൽ ഹല്ലാക്ക് എന്ന് പറയും. നമ്മളെ ഭാഷയിലേക്ക് വരുമ്പോൾ അത് പറയുന്ന ആൾക്കും ആ പണി ചെയ്യുന്ന ആൾക്കും അത് കേൾക്കാൻ വലിയ വിഷമമുണ്ടാകും. ആ പണി ചെയ്യുന്ന ആളെ നമ്മളെ ഭാഷ പ്രകാരം ബാർബറെന്ന് വിളിച്ചാൽ ഒരു വിളി അയാൾ സഹിക്കും, 2ാമത്തെ വിളിക്ക് ഉത്തരം പറയും, പിന്നെ തീരെ സഹിക്കൂല. അതങ്ങനെയാണല്ലോ ആ ഭാഷന്റെ ശൈലി. അറബിയും മറ്റു ഭാഷകളും അങ്ങനെ ശൈലി ഉണ്ടല്ലോ. അൽക്കഹഫ് സൂറത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ഓതുന്നുണ്ട്, കൽബുഹും, ഒരു കുഴപ്പമില്ലല്ലോ അറബിയിലായതുകൊണ്ട്. മലയാളത്തിലേക്ക് അത് മാറ്റിയിട്ട് നമ്മൾ വിളിക്കുകയാണെങ്കിലോ അത് ചൂട് കൂടും. സംഗതി അറബിയിലാണ് ഒരാൾ കൽബെന്ന് വിളിക്കുന്നതെങ്കിലോ അതൊരു വിഷയാക്കൂല. അത് ഓനെന്തോ ഒരു അറബി വാക്ക് പറഞ്ഞതേ കൂട്ടുള്ളൂ. അറബിന്റെ ഒരു സൗന്ദര്യമാണ് മുസയ്യിൻ. ഒരു മുസയ്യിനെ നോക്കി നടക്കാണ്. ആള് കുറഞ്ഞ ഒരു സ്ഥലത്ത് നോക്കിയിട്ട് മുടി കളയണം, ഹജ്ജിൽ നിന്ന് തഹല്ലുലാകണം. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആള് കുറഞ്ഞ ഒരു മുസയ്യിനെ കിട്ടി അങ്ങോട്ട് കയറി. അവിടെ എത്തിയപ്പോ മഹാനവറുകളുടെ ഊഴം വന്നു മുടി കളയാൻ. അപ്പൊ ചോദിച്ചു, എത്രയാണ് മുടി കളയാൻ കൂലി വേണ്ടത്? അപ്പോൾ ആ മുസയ്യിൻ പറഞ്ഞു, കൂട്ടത്തിൽ ആ മുസയ്യിൻ പറഞ്ഞു ചോദ്യത്തിന് ഉത്തരമായിട്ട്, ഞാൻ ഇവിടെ കൂലിക്ക് പണിയെടുക്കുന്നതല്ല, വന്ന ഹാജിമാർക്കും ഉംറക്കാർക്കും ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്.
ഖിദ്മത്ത് ചെയ്യുന്ന ആളോട് കൂലി എത്രയെന്ന് ചോദിക്കാൻ പാടില്ല. അന്നുസുഖ് ലാ യുശാറത്തു ഫിൽ അജ്ർ. ഞാനൊരു സേവനം ചെയ്യുകയാണ്, സേവനം ചെയ്യുന്നവരോട് ശമ്പളം എത്രയെന്ന് ചോദിക്കുന്നത് അപമര്യാദയാണ്. അത് ചോദിക്കാൻ പാടില്ല എന്നാണ് ശരിക്ക്. ഞാൻ ഇവിടെ ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര് വന്നാലും മുടി വടിച്ചു കൊടുക്കും. ഹജ്ജിൽ നിന്ന് തഹല്ലുലാകാൻ, ഉംറയിൽ നിന്ന് തഹല്ലുലാകാൻ ഒരാളോടും ഒരു നയാ പൈസയും കൂലി വാങ്ങുന്നില്ല. ഒരു കാര്യം മനസ്സിലായി, കൂലി എത്രയെന്ന് ചോദിച്ചപ്പോ അന്ന് തന്നെ ഈ പണിക്ക് കൂലി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഫീസ് കൊടുത്തിട്ടാണ് മുടി വെട്ടലുള്ളത് എന്ന് അന്ന് തന്നെ മനസ്സിലായല്ലോ. അത് എപ്പോഴും അങ്ങനെയാണ്, ഒരു പണിയെടുക്കുമ്പോ അങ്ങനെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഹിജാമ ചെയ്യുന്ന ആൾക്ക് കൂലി കൊടുത്തത് ഹദീസിൽ കാണാം. കൊമ്പ് വെക്കുന്ന പരിപാടി ഇപ്പൊ നമ്മുടെ നാട്ടിലും ഉണ്ട്. ഇരിക്കട്ടെ, മുടി കളയാൻ വേണ്ടി പോകുന്ന നേരത്ത് ആദ്യമായി വലിയ ഇൽമിന്റെ ബഹറാകുന്ന അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തെ പാഠം പഠിക്കുന്നു. എന്താ ഒന്നാമത്തെ പാഠം? ഖിദ്മത്ത് ചെയ്യുന്നവരോട് കൂലി എത്രയെന്ന് ചോദിക്കുന്നത് മര്യാദക്കേടാണ്. അബൂ ഹനീഫ തങ്ങൾ പറയാണ്, ഉത്തരം കേട്ടപ്പോ എനിക്ക് നാണം തോന്നി, പക്ഷേ ഞാൻ എന്റെ മനസ്സിൽ അത് സൂക്ഷിച്ചു. രണ്ടാമത് ഞാൻ മുടി കളയാൻ വേണ്ടി കസേരയിലേക്ക് കയറിയിരുന്നു. ഇരുന്ന ഇരുത്തം ശരിയായില്ല. ഖിബിലക്ക് മുന്നിട്ടാണല്ലോ ഇരിക്കേണ്ടത്. നമ്മളും ഷോപ്പിൽ ചെന്ന് മുടി കളയുമ്പോ ഖിബിലക്ക് മുന്നിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ഷോപ്പിന് പ്രശ്നമല്ല, എങ്ങോട്ടും തിരിയുന്ന കസേരയാണ്. ഖിബില ഭാഗം ഏതാണ് എന്ന് അവിടെ മനസ്സിലായാൽ മതി, അങ്ങോട്ട് തിരിക്കാവുന്നതേ ഉള്ളൂ. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇരുത്തം മാറ്റിയിരുന്നപ്പോ മുടി കളയുന്ന സാധാരണക്കാരനായ മുസയ്യിൻ പറയുന്നു, ഇസ്തഖ്ബിലുൽ ഖിബില, ഖിബില ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കൂ. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നാണത്തിനേക്കാൾ എനിക്ക് വീണ്ടും നാണം കുടുങ്ങി. കാരണം ഇതാരോടാ പറഞ്ഞു കൊടുക്കുന്നത്? ആരോടാ ഇത് പറയുന്നത്? ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇൽമു സ്വീകരിച്ചത്, ഫിഖ്ഹ് സ്വീകരിച്ചത് ആ മഹാനിൽ നിന്നാണ്. അന്നാസു കുല്ലുഹും ഇയാലു അബി ഹനീഫത ഫിൽ ഫിഖ്ഹി. പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കർമ്മശാസ്ത്ര വിഷയത്തിൽ അബൂ ഹനീഫ ഇമാമിന്റെ സന്തതികളാണ്. എല്ലാവരും ഫിഖ്ഹ് സ്വീകരിച്ചത് അബൂ ഹനീഫ തങ്ങളിൽ നിന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്ഹബിൽ അംഗങ്ങളുള്ളതും ഹനഫി മദ്ഹബിലാണല്ലോ. രണ്ടാം സ്ഥാനത്തല്ലേ നമ്മുടെ മദ്ഹബ് ഷാഫിഈ മദ്ഹബുള്ളത്. ആ അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നും എതിർത്തില്ല. ഖിബിലക്ക് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞപ്പോ ഒരു കുട്ടിയെ പോലെ അതാ ഖിബില ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു. നിങ്ങൾക്ക് നിങ്ങളെ വണി നോക്കിയാ പോരെ എന്ന് ചോദിച്ചില്ല. മുടി കളയാൻ ഇരിക്കുന്ന സമയത്ത് ഖിബിലക്ക് തിരിഞ്ഞിരിക്കണമെന്നതിന് അബൂ ഹനീഫ തങ്ങളെ മെമ്മറിയിൽ ഡസൻ കണക്കിന് ഹദീസുകളുണ്ട്. അതൊന്നും അവിടെ ചോദ്യം ചെയ്തില്ല. പറഞ്ഞ ഇൽമു അങ്ങനെ തന്നെ കേൾക്കുന്നു. ഇരുത്തം റെഡിയാക്കിയപ്പോൾ മുടി കളയാൻ കാണിച്ചു കൊടുക്കുന്നത് തലന്റെ ബാക്ക് ഭാഗമാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ ബാക്കിൽ തുടങ്ങണം മുടി വെട്ടിയിട്ട്. എന്താ അതിന്റെ പൊരുൾ എന്ന് മനസ്സിലായിട്ടില്ല. തുടങ്ങേണ്ടത് ബാക്കിന്നല്ല, വലതുഭാഗത്തുനിന്നാണ്. അബൂ ഹനീഫ തങ്ങൾ ബാക്ക് ഭാഗം കാണിച്ചു കൊടുത്തപ്പോ ഈ മുടി കളയുന്ന ആള് പറഞ്ഞു, ദുർ അലാ യമീനിക്ക്, ബാക്കല്ല കാണിച്ചു തരേണ്ടത് വലതുഭാഗമാണ്, വലത്തോട്ടൊന്ന് തിരിഞ്ഞിരിക്കൂ എന്ന് പറഞ്ഞു വലതുഭാഗം കാണിച്ചു കൊടുത്തു. മൂന്നാമത്തെ ഇൽമും പഠിച്ചു. ഹജ്ജിന് പോയ സമയത്ത് ഒരു മഹാപണ്ഡിതൻ പഠിക്കുന്നു, പകർത്തുന്നു. നമ്മളാണെങ്കിൽ ഇറങ്ങിപ്പോരൂലേ സഹോദരന്മാരെ? ഇയാൾ ഇവിടെ വാള് പറയാൻ വേണ്ടി വന്നതാണോ? മുടി കളയാനല്ലേ ഇയാള് സ്റ്റേജിലേക്ക് വന്നത്? വീണ്ടും വീണ്ടും ഇയാൾ ഇൽമിങ്ങനെ പഠിപ്പിക്കുകയാണോ? അബൂ ഹനീഫ തങ്ങൾ വലതുഭാഗം കാണിച്ചു കൊടുത്തു. വലതുഭാഗത്തുനിന്ന് മുടി ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടക്കിടക്ക് ഈ ഹല്ലാഖ് അബൂ ഹനീഫ തങ്ങളെ ചുണ്ടിലേക്ക് നോക്കുന്നു. എന്താണ് ചുണ്ടിലേക്ക് നോക്കുന്നത് എന്നറിയോ? ചോദിച്ചു, എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? ഹജ്ജ് കഴിഞ്ഞ് വന്നതല്ലേ, ഉംറ നിർവഹിച്ചു വന്നതല്ലേ? ഹജ്ജും ഉംറയും നിർവഹിച്ചു കഴിഞ്ഞ് വന്നിരിക്കുന്ന ആള് മുടി കളയുമ്പോ പാടില്ലല്ലോ. അയാള് സംസാരിച്ചു കൊണ്ടിരിക്കണം, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. കബ്ബിര് കബ്ബിര് കബ്ബിരില്ല, തക്ബീർ ചൊല്ലൂ. അബൂ ഹനീഫ തങ്ങൾ തക്ബീർ ചൊല്ലി തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുടി കളഞ്ഞ് തീരും വരെ തക്ബീറാണ്. ആരാണിപ്പോ തക്ബീർ ചൊല്ലാൻ പഠിപ്പിക്കുന്നത്? ഒരു സാധാരണക്കാരനായ മുസയ്യിനാണ്. ഇപ്പൊ 4 വിഷയങ്ങൾ പഠിച്ചു. മുടി മുഴുവനും പഠിച്ചു കളഞ്ഞ ശേഷം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പോകാൻ ഒരുങ്ങുമ്പോ ഈ മുസയ്യിൻ ചോദിക്കുന്നു, എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? പോകാനായിട്ടില്ല.
അബൂ ഹനീഫ തങ്ങൾ പഠിച്ചോനെ, നിങ്ങൾ നോക്ക്, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉസ്താദ് ആരാ സഹോദരന്മാരെ? ഉസ്താദുമാരെ കൂട്ടത്തിൽ ലിസ്റ്റിൽ പെടാൻ ഈ ഒരു മുസയ്യിന് കഴിഞ്ഞില്ലേ? ഈ ഇൽമു മുഴുവനും അബൂ ഹനീഫ തങ്ങൾക്ക് അറിയില്ലേ? അതൊക്കെ എനിക്കറിയാം, നിങ്ങളെ പണി വെക്കൂല എന്ന് പറഞ്ഞില്ല. നമ്മളൊരു പക്ഷെ അങ്ങനെ പറഞ്ഞേക്കാം, ചിലരൊക്കെ, നമ്മളല്ല, ആൾക്കാരങ്ങനെ പറഞ്ഞേക്കാമല്ലോ, പല ജാതി സ്വഭാവക്കാരല്ലേ. എന്തെങ്കിലും എന്ന് പറഞ്ഞ ഒരു ക്രോസ് വിസ്താരം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ശൈലിയാ. വക്കാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. അൽ കഹ്ഫിൽ നമ്മൾ എപ്പോഴും ഓതലുണ്ടല്ലോ, എന്തൊരു ഖൈറ് പറഞ്ഞു കൊടുത്താലും മനുഷ്യൻ അതിന് ക്രോസ് ചെയ്യാൻ വലിയ കഴിവുള്ളവനാ. വക്കാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. ഒരു നല്ല കാര്യമാണെന്ന് ബോധ്യപ്പെട്ടാലും ചിലപ്പോൾ അതിനെതിര് പറയും. അപ്പൊ അറിഞ്ഞത് ഉപദേശം നല്ലതാണ്, ഒരു പൊരുത്തക്കേടും ഒരു വൃത്തക്കേടുള്ള വാക്ക് അതിലില്ല, ബഹുമാനത്തിന് എതിരാകുന്ന ഒരു ശൈലി ഇല്ലെങ്കിലും ചിലപ്പോൾ അതിനെ എതിർക്കും. അത് മനുഷ്യന്റെ ഒരു പ്രകൃതിപരമായ സ്വഭാവമാണ്. പക്ഷെ അതൊന്നുമില്ല, ഒരു കുട്ടിയെ പോലെ അനുസരിച്ചു. പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ പോകാനായിട്ടില്ല, വരൂന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും തഹല്ലുലാകാൻ മുടി കളയുന്ന ആള്, മുടി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്നത്ത് കൂടി ചെയ്യേണ്ടതുണ്ട്. 2 റക്അത്ത് നിസ്കരിക്കണം. അത് നിസ്കരിക്കൂ. സ്വല്ലി റക്അത്തൈൻ. അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് മഹാനവറുകൾ പിൽക്കാലത്ത് പറയാറുണ്ട്, ഹജ്ജിന് പോയപ്പോ 5 മസലകളിൽ എനിക്ക് ഖത സംഭവിച്ചപ്പോ ഒരു ഹല്ലാഖ് എനിക്കത് ഓർമ്മിപ്പിച്ചു തന്നു. ആ ഹല്ലാഖ് ഓർമ്മിപ്പിച്ചു തന്നപ്പോൾ ഞാനത് ചെയ്തു എന്ന് പിൽക്കാലത്ത് പലപ്പോഴും ഈ വിഷയം പറയാറുണ്ട്. ഞാൻ എന്റെ സഹോദരന്മാരെ ശ്രദ്ധ ക്ഷണിച്ചത് ആമുഖമായിട്ട്, ഏതൊരു ഇൽമു കിട്ടിയാലും ജീവിതത്തിൽ അത് പകർത്താനുള്ള ഒരു ത്വര, ഒരു സന്നദ്ധത നമ്മിൽ കെട്ടുപോകുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷ. അത് ഇൽമു ഉയർത്തപ്പെടുന്നതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇൽമ അങ്ങനെ പറയുന്നുണ്ട്, ചെയ്യാൻ ആളെ കിട്ടുന്നില്ല, പേടിക്കേണ്ട വിഷയമാണ്. ഇൽമങ്ങനെ പറയുന്നുണ്ട്, ഒഴുകുന്നുണ്ട്, ചെയ്യാൻ ആളെ കിട്ടുന്നില്ല, പേടിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ഖൽബ് പ്രകാശിക്കാനും ജീവിതം ഐശ്വര്യപൂർണമാകാനും കുടുംബം നന്നാകാനും മക്കൾ നന്നാകാനും ഭാവി തലമുറ സുന്ദരമായ രൂപത്തിൽ വളരാനും യുവാക്കളെ നല്ല കെട്ടുറപ്പോടെ വളർത്തിക്കൊണ്ടുവരാനും കിട്ടുന്ന ഇൽമുകളൊക്കെ സ്വീകരിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് ചെറിയ ആള് വലിയ ആള് പറഞ്ഞാലും ഇൽമിന്റെ വലുപ്പം അനുസരിച്ചത് സ്വീകരിക്കണം. ആളെ നോക്കിയിട്ടല്ല, പറയുന്ന വിഷയങ്ങൾ കേട്ടിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് വലിയൊരു പാഠം നമ്മളത് പഠിച്ചല്ലോ. ഈ ചരിത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഹജ്ജിന് പോയ സമയത്ത് 5 മസല ഒരു സാധാരണക്കാരായ മുടികളയുന്ന വ്യക്തി ഓർമ്മിപ്പിച്ചു കൊടുത്തു. ആ മുടികളയുന്ന ആൾ അബൂ ഹനീഫ തങ്ങൾ പരിചയപ്പെട്ടപ്പോ ആ മുടികളയുന്ന ആൾക്ക് ഇതെവിടുന്നാ കിട്ടിയത്? വേറൊരു ആലിമിൽ നിന്ന് പകർത്തി കിട്ടിയതാണ്. ആ ആലിമിന് ഖിദ്മത്തെടുക്കുന്ന ആളാണ് ഈ സാധാരണക്കാരനായ മുസയ്യിൻ. ആ ആലിമിന് അബൂ ഹനീഫ തങ്ങൾക്കറിയാം, ലോകം മുഴുവനും പ്രചാരത്തിലുള്ള ആലിമാണ്. അതാണ് താബിഈങ്ങളിൽപ്പെട്ട അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു. ആ അത്വാ റളിയല്ലാഹു അൻഹു ഖിദ്മത്തെടുക്കുന്ന ഈ സാധാരണക്കാരൻ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോ പറഞ്ഞു കൊടുത്ത ശൈലിയാണിത്. ഇതേ ശൈലി തന്റെ അടുത്തേക്ക് വരുന്ന ആയിരങ്ങൾക്ക് ഇത് പഠിപ്പിച്ചാൽ എത്ര വലിയ നേട്ടമാണ് ആഖിറത്തിൽ കിട്ടുന്നത്. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഏതൊരു നന്മയുടെ മേലെ അറിയിച്ചു കൊടുത്താലും അവനത് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ആ അറിവ് കിട്ടിയവൻ ചെയ്യുന്നതിന്റെ തത്തുല്യമായ പ്രതിഫലം അറിയിച്ചു കൊടുത്ത ആൾക്കും അല്ലാഹു തആല കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ നന്മയുടെ വഴിയിൽ നമ്മളൊക്കെ മുന്നേറണമെന്ന് പറഞ്ഞത്. ഇരിക്കട്ടെ നമ്മുടെ യുവത്വം. ഓ യുവാക്കളെ, ധാരാളം യുവതി യുവാക്കൾ നമ്മുടെ സദസ്സിലുണ്ട്. പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, നമുക്കും ഇതിൽ റോളുണ്ട്. ഏറ്റവും നല്ല യുവത്വത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം, യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് ചരിത്രം രചിക്കപ്പെടും. ഇസ്ലാമിക ലോകം അതിന് തെളിവാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ചുരുക്കം ചില ആളുകളെ കൊണ്ട് മക്കത്തുൽ മുക്കറമയിലെ ദാറുൽ അർഖമിൽ രഹസ്യ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ചുരുക്കം ചില ആളുകളെ കൊണ്ട് രഹസ്യ പ്രബോധനം തുടർന്നുകൊണ്ടിരിക്കുമ്പോ
ആ വീട്ടിലേക്ക് വരുന്ന ഓരോരുത്തരെയും ഉള്ളിലുള്ള സ്വഹാബിമാര് നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അതാ കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഹംസ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് വന്നു. ഹംസ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദാറുൽ അർഖമിന്റെ വീട്, ദാറുൽ അർഖം വന്നിട്ട് വാതിലിൽ മുട്ടുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു വരുന്ന രംഗം കണ്ടപ്പോ ഉള്ളിൽ നിന്ന് സ്വഹാബത്ത് വളരെ പേടിയോടെ വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഉമർ വരുന്നുണ്ട്. ഊരി പിടിച്ച വാളുമായിട്ടാണ് വരുന്നത്. ഉമറിന്റെ മനസ്സിൽ അപ്പോഴുള്ള മോഹം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് താൻ അറിയാതെ തന്റെ പെങ്ങളും തന്റെ പെങ്ങളെ ഭർത്താവും വിശ്വസിച്ചിട്ടുണ്ട്. മക്കയിൽ നിന്ന് ഒരുപാട് ആളുകൾ തന്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്. അവരൊക്കെ കൂടി തിരിച്ചു വിളിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താനും ഇതൊക്കെ ലക്ഷ്യമിട്ടിട്ട് പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് വരുമ്പോ ഉള്ളിൽ നിന്ന് സ്വഹാബത്ത് പറഞ്ഞു, ഇതാ ഉമർ ഇബ്നുൽ ഖത്താബ് വരുന്നു, വാളൂരി പിടിച്ചുകൊണ്ടാണ്. ഹംസ റളിയല്ലാഹു അൻഹു വാതിലിന്റെ ഭാഗത്തേക്ക് വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നു. ഉള്ളിലിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരൊറ്റ കുട്ടിയും എഴുന്നേൽക്കരുത്, പേടിച്ചു പോകരുത്, എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം, നല്ല ധൈര്യത്തോടെ ഇരിക്കണം. ഉമർ വരുന്നത് നല്ല ലക്ഷ്യത്തോടെയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. എന്തെങ്കിലും ഗൂഢലക്ഷ്യവുമായിട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ ഉമറിനെ നേരിട്ട് കൊള്ളാം, നിങ്ങളാരും എഴുന്നേൽക്ക് പോകണ്ട, എല്ലാവരും അവിടെ തന്നെ ഇരുത്തോളൂ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, കതകിന് മുട്ടി, കതക് തുറന്നു. ഉമർ റളിയല്ലാഹു അൻഹു കതക് തുറന്ന ഉടനെ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതാ അടുത്തേക്ക് കയറി വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്ന ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, ഓ ഉമറേ, നിങ്ങൾ എന്തിന് കാത്തു നിൽക്കണം? ഇത് സത്യത്തിന്റെ വഴിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. ഷഹാദത്ത് കലിമ ഉച്ചരിച്ചപ്പോ ആ ദാറുൽ അർഖമിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സ്വഹാബിമാരും വലിയ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലി. സമിഅഹാ അഹ്ലു മക്ക, മക്കക്കാര് മുഴുവനും ആ തക്ബീർ കേട്ടു. ഉച്ചത്തിലാണ്, സന്തോഷത്തോടെ തക്ബീർ ചൊല്ലറില്ലേ? സാധാരണ ഒരു പ്രഖ്യാപനം വരുമ്പോ നമ്മളൊക്കെ തക്ബീർ മുഴക്കും പോലെ സ്വഹാബിമാര് തക്ബീർ ചൊല്ലി. മക്കയിലെ മുഴുവൻ ആളുകളും കേൾക്കുന്ന രൂപത്തിൽ ആ തക്ബീർ ഉയർന്നിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഓരോന്നും ശ്രവിച്ച ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അലസ്നാ അലൽ ഹഖ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ സത്യപാന്താവിലല്ലേ? നമ്മൾ സത്യമാർഗത്തിലല്ലേ? മുമ്പ് വന്ന യുവാക്കളൊന്നും ചോദിക്കാത്ത ഒരു വലിയ ചോദ്യം. എത്ര വലിയ ധീരന്മാരുണ്ട് ആ കൂട്ടത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ധൈര്യമുള്ള ആളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് വലിയ ധൈര്യമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി, അങ്ങനെ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ശേഷം അസ്ജഉന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ധീരതയുള്ളത് എനിക്കല്ല, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഞങ്ങൾക്കാർക്കും ധൈര്യം വരാത്ത സന്ദർഭത്തിലും സിദ്ദീഖ് തങ്ങൾക്ക് വന്ന ധൈര്യമുണ്ട്, അതിന് തുല്യതയില്ല. ആ സിദ്ദീഖ് തങ്ങളെ ഒരു രാവും ഒരു പകലും എന്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഞാനാണ് ധീരതയുള്ള ആളെന്ന്. സ്വഹാബത്ത് ചോദിച്ചു, ഏതാണ് രാവ്, ഏതാണ് പകല്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബദറിലേക്ക് ഞങ്ങളൊക്കെ എത്തിയ അന്നത്തെ രാത്രി ആദ്യം ഞങ്ങൾ അവിടെ ചെയ്ത സേവനം അള്ളാഹുവിന്റെ ഹബീബിനൊരു പന്തൽ നിർമ്മിച്ചതാണ്. ആ നിർമ്മിച്ച സ്ഥലത്ത് ഇന്നൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ അരീഷ്. അവിടെ പോകുന്നവർക്ക് ആ പള്ളിയിൽ കയറി നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് രേഖപ്പെടുത്തി. അവിടെ പന്തൽ കെട്ടി. പന്തൽ കെട്ടിയ ശേഷം സ്വഹാബത്തിനോട് നബി തങ്ങൾ ചോദിച്ചു, ആര് കാവൽ നിൽക്കും? ഈ പന്തലിന് ആര് കാവൽ നിൽക്കും? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാളും മിണ്ടിയില്ല. ആകെ മുന്നോട്ട് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്.
ഞങ്ങൾ നോക്കി ആ രാത്രി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാത്ത രാത്രിയാണ്. സ്വഹാബത്ത് ക്ഷീണം കൊണ്ട് എല്ലാവരും ഉറങ്ങുമ്പോ സിദ്ദീഖ് തങ്ങൾ ആ പന്തലിന്റെ മുൻഭാഗത്താണ് ഒരു സമയമെങ്കിൽ പിൻഭാഗത്താണ് മറ്റൊരു സമയം, വലതുഭാഗത്താണ് മറ്റൊരു സമയം, ഇടതുഭാഗത്താണ് മറ്റൊരു സമയം. എല്ലാ സ്ഥലങ്ങളിലൂടെയും റോന്തു ചുറ്റുകയാണ്. ഒരു കാവൽ ഭടനെ പോലെ. കയ്യിൽ ഒന്നുമില്ല, ഈമാനിന്റെ ധൈര്യമല്ലാതെ കയ്യിലൊന്നുമില്ല. ഒരു ചെറിയ കുന്തം പോലും കയ്യിൽ പേടിക്കൊണ്ടോ ഇല്ല. ഈമാനിന്റെ ധൈര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശത്രുക്കൾ സായുധരായി നിൽക്കുന്ന ഘട്ടത്തിൽ ആ രൂപത്തിൽ മുന്നോട്ട് നിൽക്കാൻ ധൈര്യം കാണിച്ചത് അന്നത്തെ രാത്രിയിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഒരേ ഒരു മഹാനാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഒരൊറ്റ കുട്ടിയുമില്ല. ഹംസ റളിയല്ലാഹു അൻഹു ഇല്ലേ? വേറെ ധീരന്മാരായ ഒരുപാട് സ്വഹാബിമാരുണ്ട്. ഒരൊറ്റ കുട്ടിയും മുന്നോട്ട് വന്നില്ല. അതുകൊണ്ട് ആ രാത്രി സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധൈര്യം കാണിച്ചിരുന്ന രാത്രിയാണ്. പകലേതാന്ന് ചോദിച്ചു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്നുള്ള വിവരം കിട്ടുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപത്തില്ല. മഹാനവർകൾ സുൻഹി എന്ന പ്രദേശത്ത് കച്ചവടത്തിലാണ്. വിവരം ആരോ പോയി പറഞ്ഞു. അതിനു മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ എത്തിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്കുള്ള കവാടത്തിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രഖ്യാപനം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹുബ്ബ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രിയം, അത് അനുരാഗത്തിന്റെയും അപ്പുറത്തെത്തിയ രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും എന്റെ ഹബീബ് വഫാത്തായെന്ന് പറഞ്ഞു വന്നാൽ ഈ പിടിച്ച വാളുകൊണ്ട് ഞാൻ അവന്റെ ശരീരം അവന്റെ തലയിൽ നിന്ന് ഉടല് വേർപ്പെടുത്തും. തല വേർപ്പെടുത്തിയിട്ട് ഞാൻ അവരെ വെട്ടിമാറ്റും. ദൂരെ നിന്ന് സ്വഹാബത്ത് നോക്കുകയാണ്. ഒരൊറ്റ കുട്ടിയും മുന്നോട്ട് വരുന്നില്ല. പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. പരിചയമുണ്ട്. മദീനയിൽ മക്കയിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഈ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ധീരത അവർ കണ്ടതാണ്. വിഷയത്തിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചാൽ ഉടനെ തന്നെ പരിക്കേൽപ്പിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇത് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും അപായം സംഭവിക്കുമോ എന്ന് കരുതി സ്വഹാബത്തൊക്കെ വേറിട്ട് നിൽക്കുകയാണ്. എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അപ്പോഴും ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിഷയമാക്കാതെ ഉള്ളിലേക്ക് അങ്ങ് കയറി. വാള് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് കയറി. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമുഖത്ത് നിന്ന് പതുക്കെ തുണിയങ്ങ് നീക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ചുംബനം നടത്തി. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ കേൾക്കുന്ന രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ നബിയേ, വല്ലാഹി ലാ യജ്മഉ അല്ലാഹു അലൈക മൗതതൈൻ. രണ്ടു മരണം തങ്ങൾക്ക് അല്ലാഹു കണക്കാക്കിയിട്ടില്ലല്ലോ. തങ്ങൾക്ക് നിശ്ചയിച്ച മരണം തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അല്പം ഉച്ചത്തിൽ പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരും ഇബാദത്ത് എടുക്കാൻ തുനിയൂലല്ലോ. ആരെങ്കിലും മഅബൂദായി കാണുന്നുവെങ്കിൽ അങ്ങനെ കാണേണ്ടതില്ല. അത് ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഒരു നിർദ്ദേശമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബുദു റബ്ബ മുഹമ്മദിൻ ഫഇന്നഹു ഹുവൽ ഹയ്യുൽ ലദീ ലാ യമൂത്. ഈ തിരുനബിയുടെ റബ്ബാകുന്ന അല്ലാഹുവിനെ ആരെങ്കിലും ഇബാദത്ത് എടുക്കുന്നുവെങ്കിൽ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. റബ്ബിന് മരണമില്ല. ഇത് പറഞ്ഞിട്ടങ്ങ് ഓതിക്കൊടുത്തു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ എന്ന ആയത്തങ്ങ് ഓതിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാള് വീണുപോയി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് തോന്നി ആ ആയത്ത് അപ്പോൾ ഇറങ്ങിയതാണ്. അപ്പൊ ആയത്ത് ഇറങ്ങൂലല്ലോ. ആയത്തൊക്കെ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞ് ഇനി ആയത്ത് ഇറങ്ങൂലല്ലോ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധൈര്യം, ഉമർ റളിയല്ലാഹു അൻഹുക്ക് ശരിക്ക് സ്വബോധം വരുന്ന രീതിയിൽ, ഉമർ റളിയല്ലാഹു അൻഹു ബോധം കെട്ടതല്ല, അവിടുത്തെ ഹുബ്ബ് കൊണ്ട് ഇഷ്ക് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് മറ്റൊരവസ്ഥയിലേക്ക് മാറിയതാണ്. ഒരിക്കലും ഭ്രാന്ത് പിടിച്ചതല്ല. ഹുബ്ബും ഇഷ്കും ഏറിയാൽ അതിനൊരു തലമുണ്ട്. ആ തലമാണ് കണ്ടത്.
അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചത്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പകലിലുള്ള ഈ ധീരത, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പകലും ബദറിന്റെ രാത്രിയും അത് രണ്ടും എന്റെ ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഞാനാണ് ഏറ്റവും വലിയ ധൈര്യവാൻ. അതുകൊണ്ട് നിങ്ങൾ പറയരുത് ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും വലിയ ധൈര്യമുള്ള ആൾ എന്ന് പറയരുത്. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലില്ലേ? പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, നബിയെ നമ്മൾ സത്യത്തിലല്ലേ? പിന്നെന്തിനു ഒളിച്ചിരിക്കണം? പിന്നെന്തിനു മറഞ്ഞിരിക്കണം? അന്ന് വരെ പട്ടാപ്പകലിൽ പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയുടെ സമീപത്തേക്ക് പോകാൻ സ്വഹാബത്തിന് പേടിയാണ്. പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് പോകാനോ അതിനും പേടിയാണ്. അവിടെ പോയി ഖുർആൻ ഓതാൻ സ്വഹാബത്തിന് പേടിയാണ്. ദാറുൽ അർഖമിൽ അള്ളാഹുവിന്റെ ഹബീബ് താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൂറത്തുർ റഹ്മാൻ അവതരിക്കുന്നത്. ആ സൂറത്തുർ റഹ്മാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് കഅബയുടെ മുറ്റത്ത് പോയി ഓതുക എന്ന് തങ്ങൾ ചോദിച്ചപ്പോ കൂട്ടത്തിൽ ഏറ്റവും മെലിഞ്ഞ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് 2-3 തവണ ഇരുത്തി. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ചോദിച്ചപ്പോ എണീറ്റ് നിന്നപ്പോ ആവേശം കെടുത്തണ്ടാന്ന് കരുതി പറഞ്ഞയച്ചു. അവിടെ എത്തി അള്ളാഹുവിന്റെ പവിത്രധന്യമായ കഅബയുടെ മുറ്റത്ത് സൂറത്തുർ റഹ്മാൻ വശ്യമനോഹരമായ ശൈലിയിൽ ഓതിയപ്പോ അബൂജഹൽ കയർത്തുകൊണ്ട് എണീറ്റ് വന്നിട്ട് പറഞ്ഞു, ആരാ ഇത്ര ധൈര്യമുള്ള ആള്? നമ്മളിവിടെ കാരണവന്മാരിക്കും ഒന്ന് സമ്മതം ചോദിച്ചൂടെ? സമ്മതം ചോദിക്കേണ്ടതില്ല, കാരണം അള്ളാഹുവിന്റെ ഭവനമാണ്, എല്ലാവർക്കും അങ്ങോട്ട് വരാൻ പെർമിഷനാണ്. മുസ്ലിങ്ങൾക്ക് അള്ളാഹു തആല മനുഷ്യർക്ക് ആരാധനക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ഗേഹമല്ലേ? സമ്മതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവന്റെ ഹുങ്കാണ്. ആ ഹുങ്കോടവൻ വന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ പിടിച്ചു വലിച്ചിട്ടു പൊതിരെ തല്ലി എന്നു മാത്രമല്ല, അരിശം തീരാഞ്ഞിട്ട് അവന്റെ അരയിലുള്ള കത്തിയെടുത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാത് അരിഞ്ഞു മാറ്റി. രക്തം ഉറ്റിക്കൊണ്ടാണ് ദാറുൽ അർഖമിലേക്ക് മഹാനവറുകൾ കടന്നു വന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം കൊണ്ട് തലതാഴ്ത്തിപ്പോയി. സ്വഹാബത്ത് പലരും കരഞ്ഞുപോയി. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. സൂറത്തുർ റഹ്മാൻ ഒന്ന് ഓതിയതാണ്. അത് ഓതിയതിന് ആരെയും അതിൽ ചീത്ത വിളിക്കുന്നില്ല, ഒരൊറ്റ കുട്ടിയെയും അതിൽ അസഭ്യം പറയുന്നില്ല. അള്ളാഹുവിന്റെ ഈ വചനങ്ങള് അത് കേൾക്കാൻ മനസ്സില്ലാത്തവർ കാതറിഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് സങ്കടം കൊണ്ട് തലതാഴ്ത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. പക്ഷേ ജിബ്രീൽ ചിരിച്ചുകൊണ്ടാ വരുന്നത്. ചോദിച്ചു, ഓ ജിബ്രീൽ, നിങ്ങൾ ചിരിക്കുകയാണോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ നിന്ന് രക്തം ഉറ്റി വീഴുന്നത് കണ്ടില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഒരു ഘട്ടം ആലോചിച്ചതിന്റെ സന്തോഷം കൊണ്ട് ഞാനിപ്പോൾ ചിരിക്കുകയാണ് നബിയേ. കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയാ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിആ. അബൂജഹൽ, നീ പണി നിർത്തുകയാണ് നല്ലത്. ഈ അക്രമത്തിന്റെ പണി അവൻ നിർത്തിയിട്ടില്ലെങ്കിൽ കളവ് മാത്രം ചിന്തിക്കുന്ന, തെറ്റുമാത്രം പദ്ധതിയിടുന്ന അവന്റെ തലയിലെ മൂർദാവുണ്ടല്ലോ, ആ മൂർദാവ് നിലത്തിലൂടെ നമ്മൾ പിടിച്ചു വലിക്കുമെന്ന് അള്ളാഹു ശാസിച്ചു. അബൂജഹലിനോട് ഈ പണി നിർത്താൻ അള്ളാഹു പറഞ്ഞു, താക്കീത് കൊടുത്തു. ഈ സ്വരങ്ങളൊക്കെ കടുത്ത് പിന്നീട് 10-12 വർഷങ്ങൾക്ക് ശേഷം അതേ മക്കയിൽ വെച്ച് മദീനത്ത് വെച്ച് നടക്കാനിരിക്കുന്ന സംഭവ ബഹുലമായ വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന് ചെയ്യുന്ന കാര്യം ആലോചിച്ച് ഇപ്പോൾ ഞാൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സന്തോഷം വരുമെന്ന വാർത്ത അറിയിച്ചു. ആ രൂപത്തിൽ മക്കയുടെ ഏതു ഭാഗത്തേക്ക് ഇറങ്ങിയാലും പരിഹാസം മാത്രമല്ല, വിഷമങ്ങളാണ്, ദുരിതങ്ങളാണ്, ദുരന്തങ്ങളാണ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, സത്യമാർഗത്തിലല്ലേ നബിയെ നമ്മളുള്ളത്? ഫഫീമൽ ഇഖ്ഫാ, പിന്നെന്തിനു ഒളിച്ചിരിക്കണം? പുറത്തേക്ക് ഇറങ്ങൂ നബിയേ. ഒരു യുവാവിന്റെ സംഘശക്തിക്ക് നൽകുന്ന ബലം നോക്ക് നിങ്ങൾ. പരിശുദ്ധ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ആദ്യം തന്നെ മക്ക കാണുന്ന ഒന്നാമത്തെ റാലി, സ്വഹാബത്ത് പറയുന്നു, ഫഖറജ്നാ സഫൈനി,
രണ്ട് സ്വഫായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. ഒരു സ്വഫിൽ ഞാനുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മറ്റേ സ്വഫിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം, ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള നേതാക്കളുണ്ട്. നടുവിൽ നേരെ മുന്നിലായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഞങ്ങൾ നേരെ ദാറുൽ അർഖമിൽ നിന്ന് നടന്നു ചെന്നു മസ്ജിദുൽ ഹറാമിലേക്ക്. മസ്ജിദുൽ ഹറാമിലേക്ക് അങ്ങ് നടന്നു നീങ്ങിയപ്പോ ചുറ്റുഭാഗത്തും ഖുറൈശി നേതാക്കളുണ്ട്. അബൂജഹലുണ്ട്, ഉത്ബയുണ്ട്, ശൈബയുണ്ട്, എല്ലാ നേതാക്കളും ഓരോ ഭാഗത്തുമുണ്ട്. പക്ഷേ ഖുറൈശികൾ എന്നെ കണ്ടതോടെ, ഹംസ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടതോടെ അവരെ മനസ്സിലൊക്കെ ദുഃഖം തളം കെട്ടി. നേരത്തെ പ്രതികരിച്ചിരുന്നവർ, കല്ലെടുത്തി എറിഞ്ഞിരുന്നവർ അന്നൊരു വാക്കും മിണ്ടാതെ അവനവന്റെ വീട്ടിലേക്ക് നടന്നു നീങ്ങി. അന്നാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അന്തൽ ഫാറൂഖ്, ഉമർ തങ്ങളെ നിങ്ങൾ ഫാറൂഖാണ്, സത്യാസത്യ വിവേചകനാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി കൊടുക്കുന്ന സംഘശക്തിക്ക് നേതൃത്വം നൽകുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ധീര യുവാവിന്റെ പ്രവർത്തനമാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷിച്ചു എന്ന് മാത്രമല്ല, ആകാശത്തിൽ അധിവസിക്കുന്ന മുഴുവൻ മലക്കുകളും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശയത്തിൽ സന്തോഷിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടത് പറഞ്ഞു. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാസിൽനാ ഇസ്സതൻ മുൻദു അസ്ലമ ഉമർ. തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ ഞങ്ങൾക്ക് പ്രതാപമായിരുന്നു. പിന്നെ അക്രമങ്ങളില്ല, പിന്നെ മർദ്ദനങ്ങളൊക്കെ കുറവാ. ഉമർ റളിയല്ലാഹു അൻഹു കാണുമ്പോഴേക്ക് എല്ലാവർക്കും പേടിയാണ്. ഒരു ധീരതയാ. നിങ്ങൾ നോക്ക്, ആ ഒരൊറ്റ യുവാവിന്റെ കരുത്തുറ്റ പ്രവർത്തനം പരിശുദ്ധ ഇസ്ലാമിന്റെ മുഴുവൻ വിഷയങ്ങൾക്കും വലിയ ശക്തി പകർന്നുവെങ്കിൽ ഏതൊരു നാട്ടിലും വിശുദ്ധ ഇസ്ലാമിൽ ചെലവഴിക്കാൻ പറ്റുന്ന നല്ല ഇസ്സത്തുള്ള യുവത്വമുണ്ടോ, നല്ല ആവേശമുള്ള യുവത്വമുണ്ടോ, യുവതീ യുവാക്കളുണ്ടോ, ആ നാട്ടിലെ ഇസ്ലാമിന് വലിയ ഇസ്സത്താണ്. ഒരൊറ്റ യുവാവ് അങ്ങനെ ഉണ്ടായാൽ മതി. പക്ഷേ എങ്ങനെയാണത് നിയന്ത്രിക്കേണ്ടത് എന്നറിയോ? ഉപ്പമാരെ നമുക്കതിൽ വലിയ പങ്കുണ്ട്, ഉമ്മമാരെ നമുക്കതിൽ വലിയ പങ്കുണ്ട്. നമ്മൾ നിയന്ത്രിക്കേണ്ട കുറെ മേഖലകളുണ്ട്. അവിടെ നമ്മൾ വീഴ്ച വരുത്തരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒറ്റ പ്രവർത്തനം കൊണ്ട് മക്കയിൽ മാത്രമല്ല, മദീനയിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള വിശ്വാസികൾക്ക് വലിയ ഇസ്സത്ത് അന്നു മുതൽ ലഭിച്ചെങ്കിൽ ആ യുവത്വത്തിന്റെ നേരിന്റെ വഴിയിലേക്കുള്ള ദർശനം ഈ രൂപത്തിൽ സാധ്യമായെങ്കിൽ നമ്മുടെ നാട്ടിലും നല്ല യുവതി യുവാക്കൾ വളർന്നു വരുന്നതിൽ ഉപ്പമാര് ഉമ്മമാര് വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഷയം ഞാൻ പറയട്ടെ. യുവത്വം തുടങ്ങുന്ന സമയമുണ്ടല്ലോ, യുവത്വം തുടങ്ങുന്ന 15-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള 13-ാമത്തെ വയസ്സ്, ആ വയസ്സു മുതൽ നല്ല വിഷയങ്ങളിലേക്ക്, നല്ല കാര്യങ്ങളിലേക്ക് അവരെ ഉപദേശം കൊണ്ടും മറ്റും വിളക്കി ചേർക്കാൻ ഈ നാട്ടിലുള്ള മുഴുവൻ കാക്കക്കാരണവന്മാരും ഉപ്പമാരും ഉമ്മമാരും ബാധ്യസ്ഥരാണ്. അപ്പോഴേ യുവത്വം നല്ല വഴിക്ക് വരികയുള്ളൂ. രണ്ടാമതായി അവരെ കൂട്ടുകൊട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി അവരിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ ഏറ്റവും നല്ല രൂപത്തിൽ ഉപദേശിക്കുകയും അവരെ നന്നാക്കുകയും നല്ല വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയും വേണം. യുവാക്കളുടെ പ്രശംസ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നപ്പോ യുവാക്കളുടെ മഹത്വം അള്ളാഹു ലോകത്തെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നല്ല ഉപദേശം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നല്ല വഴിയിലേക്ക് അവർ വരാൻ, ഏതൊരു യുവാവും നല്ല വഴിയിലേക്ക് വരാൻ ഏതൊരു വിഷയവും നമ്മൾ കണ്ടാ നല്ല ഉപദേശം വേണം. എത്ര കാര്യമാത്ര ഗൗരവമുള്ള വിഷയം കണ്ടാലും അവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് ഒറ്റടിക്ക് പറഞ്ഞവനെ തള്ളരുത്. അത് സാക്ഷാൽ മദ്യപാനിയായ ഒരു യുവാവ് മാറിയാലും ശരി, വ്യഭിചാരം ചെയ്യുന്നവനായ ഒരു യുവാവ് അധപ്പതിച്ചാലും ശരി, അവനെ നല്ല വഴിയിലേക്ക് ഘട്ടം ഘട്ടമായി പതുക്കെ 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 വലിച്ചു കൊണ്ടുവരണം. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഏക സന്താനമാണ് ഒരു ആൺകുട്ടി. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എത്ര വലിയ ഭാഗ്യവാനാണെന്നറിയും. 4000 നബിമാർക്ക് ഖിദ്മത്തെടുത്ത വലിയ മഹത്വമുള്ള ആളാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. 4000 നബിമാർക്ക് ഖിദ്മത്തെടുക്കണമെങ്കിൽ ചില്ലറ ഭാഗ്യം മതിയോ?
4000 നബിമാർക്ക് അവർക്കൊക്കെ ഒരു ഖാദിമായി ജീവിതത്തിൽ ഉപദേഷ്ടാവായി നിന്ന് കൊടുത്ത ആളാണ്. വലിയ വലിയ നബിമാരൊക്കെ ലുക്മാനുൽ ഹക്കീം തങ്ങളെ വല്ലാതെ പരിഗണിച്ചു. മഹാനവറുകൾ തന്റെ ഏക മകനെ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നതെങ്ങനെ? സാരോപദേശം നൽകിയിട്ടാണ്. ഖുർആൻ ആ ഉപദേശം പറയുന്നുണ്ട്, യാ ബുനയ്യ അഖിമിസ്സലാ. കുട്ടിത്വത്തിന്റെ പ്രായത്തിൽ തന്നെ കുഞ്ഞുമോനെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പറയണം. വിളി സ്നേഹത്തോടെയാകണം കേട്ടോ, അല്ലെങ്കിൽ അത് കുട്ടികൾ കേൾക്കൂല, യുവത്വത്തിലേക്ക് വളർന്നു വരുന്നവർ കേൾക്കൂല. ആദ്യം തന്നെ ഹംക എന്ന് വിളിച്ചാല് അറിയാതെ തന്നെ കുട്ടി ചെറുപ്പം കുറച്ചങ്ങോട്ട് മുന്നോട്ട് വരും, തിരിച്ചിങ്ങോട്ടും വിളിക്കും വലിയ ഹംക. അങ്ങനെ വിളിക്കാൻ പാടില്ല. ആദ്യം തന്നെ കുട്ടികളെ കൽബേ ഖിൻസീർ എന്ന് വിളിക്കരുത്, അത് വലിയൊരു അബദ്ധം. അതേത് ചെറിയ കുട്ടിയുടെ മനസ്സിലും അതിന്റെ നോവുണ്ടാകും. ചെറിയ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആ കുട്ടിന്റെ മനസ്സിൽ അത് വലിയ വിഷമമുണ്ടാവും. ഒരു ബാപ്പയും മക്കളും മുഴുവനും പണക്കുള്ള സ്ഥലത്ത് മസ്ലഹത്തിന് വേണ്ടി പോയി. ഉസ്താദുമാരെ കൂട്ടത്തിൽ ഞാനും പോയി, അവരുടെ കൂട്ടത്തിൽ ഒരു തുഫൈലിയായിട്ട് അങ്ങനെ പോയി. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ മൂപ്പരോട് പറയാനൊരു ഉഷാറാണല്ലോ എന്ന് കരുതിയിട്ട് ആ ബാപ്പാനോട് ആ വീട്ടിലെ മുഴുവൻ മക്കളും പണക്കത്തിലാണ്, ആണും പെണ്ണും ഒക്കെ. തല മുതൽ നന്നാക്കി കൊണ്ടുവരണം. മൂത്ത പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയെ വിളിച്ചു. 2ഉം 3ഉം കുട്ടികൾ, 4 കുട്ടികളായിട്ടുണ്ട് ആ പെണ്ണിന്. ആ കുട്ടിനെ വിളിച്ചു ഉപദേശിച്ചു, നന്നാക്കി. അവസാനം ചെറിയൊരു 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടീനോട് ചോദിച്ചു, മോനെ ബാപ്പാനെ പറ്റി എന്റെ അഭിപ്രായം എന്താ? എനിക്ക് ബാപ്പാനോട് ഭയങ്കര വെറുപ്പാണ്. ഇടുത്തേക്കനെ കുട്ടി പറഞ്ഞു, എനിക്ക് ബാപ്പാനോട് വെറുപ്പാണ്. അപ്പൊ എന്തെന്ന് വെച്ചു. അപ്പൊ തൊട്ടടുത്തിന്റെ ബാപ്പ ഇരിക്കുന്നുണ്ട്. ബാപ്പ ഇരിക്കുമ്പോ ബാപ്പ അങ്ങനെ നോക്കുമ്പോ കുട്ടിക്ക് ഇത് പറയാനൊരു പേടി. ബാപ്പ എന്ന് പറഞ്ഞ ആ സംഗതി ഒരു കണ്ടാമൃഗം പോലെ കാണരുത്. ബാപ്പ എന്ന് പറഞ്ഞ സ്നേഹ സമീപനത്തോടെ താക്കീത് ചെയ്യേണ്ടിടത്ത് മാത്രം താക്കീത് ചെയ്ത്, അല്ലാത്തയിടത്തൊക്കെ സ്നേഹത്തിന്റെ വഴികൾ, മാർഗദർശനത്തിന്റെ വഴികൾ കാണിച്ചു കൊടുക്കുന്ന മാർഗദർശിയാകണം ബാപ്പാര്. ഉമ്മാരും അങ്ങനെ തന്നെ. അപ്പോഴാണ് അതിന്റെ പിന്നിലൂടെ നടന്നിട്ട് നല്ല നല്ല യുവത്വം തഴച്ച് വളർന്ന് വലുതായി വരും. ബാപ്പാരെ കണ്ടിട്ട് മക്കൾ അങ്ങനെ ആ പടിയിലേക്ക് ഇങ്ങനെ വന്നാൽ, അവരെ പിന്നാലെ അങ്ങനെ വന്നാൽ അങ്ങ് നന്നാകും. നല്ല വടിയും നല്ല ചെറിയ ചെറിയ സിഗ്നൽ കൊടുത്താൽ മതി. ഉപദേശം ഒരിക്കലും നിർത്താൻ പാടില്ല, നന്നായി ഉപദേശിക്കണം. എത്ര വരെ ഉപദേശിക്കണം? ഫത്ഹുൽ മീൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിയെ ആണാകട്ടെ പെണ്ണാകട്ടെ എത്ര വരെ ഉപദേശിക്കണം? അതിന്റെ ഒരു കുറവുന്ന സമൂഹത്തിലുണ്ട്. റഷീദാകുന്നത് വരെ, തന്റെ ഇടമുള്ള ആളാകുന്നത് വരെ യുവാക്കളെ ഉപദേശിച്ച് നന്നാകണം. എന്താ ഈ തന്റെ ഇടം എന്ന് പറഞ്ഞാൽ? 2 വിഷയത്തിലാണ് തന്റെ ഇടം വേണ്ടത്. സാമ്പത്തിക രംഗത്തും ദീൻപരമായ രംഗത്തും ആ കുട്ടി ഏറ്റവും നല്ല അവസ്ഥയിൽ പ്രാപിക്കുക. ആ അവസ്ഥ വരെ എന്നും ഇങ്ങനെ വളരാന്നല്ല, പിന്നെ ഇടക്കിടക്ക് ഓരോ ഉപദേശം ഇങ്ങനെ കൃത്യമാകുന്ന രൂപത്തിൽ കൊടുക്കണം. ഈ 4 വയസ്സുള്ള കുട്ടിനോട് ചോദിച്ചു, മോനെ ബാപ്പാനോട് എന്താ ദേഷ്യം? കുട്ടി ഇങ്ങനെ ബാപ്പാനെ മൊത്തു കോക്കും. ബാപ്പാനെ നമ്മൾ അവിടുന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങളെ കണ്ടിട്ടാണ് കുട്ടി പറയാത്തത്. കുറച്ച് കഴിഞ്ഞ് കുട്ടീനോട് സ്വകാര്യമായിട്ട് വെച്ചപ്പോ കുട്ടി പറഞ്ഞു, ബാപ്പാക്കൊരു സ്വഭാവമുണ്ട്. ഒരു വട്ടം 2 വട്ടമൊക്കെ ബാപ്പ എനിക്കിട്ട പേര് വിളിക്കും. നല്ല പേരാ എനിക്ക് ബാപ്പട്ടത്. 2 വട്ടമൊക്കെ വിളിക്കും. 3ാമത്തെ പ്രാവശ്യം ബാപ്പ എന്ത് ചെയ്യുന്നറിയോ? ബാപ്പ ഉടനെ വിളിക്കും കൽബേൻ. പിന്നെ അങ്ങോട്ട് ഒക്കെ ഡോസ് കൂടിയതാ പിന്നെ വിളിക്കുക. അറബിയിലല്ല, അറബിയിലാണെങ്കിൽ ദേഷ്യം പിടിക്കൂലല്ലോ. അപ്പൊ ആരാ ദേഷ്യം പിടിക്കുക? അതിന്റെ മലയാളത്തിൽ നേർക്കുനേരുള്ള മലയാളത്തിൽ അങ്ങ് വിളിക്കും. നേർക്കുനേരുള്ള മലയാളം നായിന്നല്ല, അത് അളവ് പാത്ര. നേർക്കുനേരുള്ള മലയാളം നായാന്നാണ്. നായി എന്നല്ലല്ലോ, നായി ഒരു പാത്രത്തിന്റെ പേരല്ലേ. നായി ഇടനായി എന്നൊക്കെ പറഞ്ഞത് ഒരു പാത്രത്തിന്റെ ഒരു അളവ് പാത്ര. അതല്ല, നായാൽ തന്നെ വിളിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഡോസ് കൂടുതലുള്ള വിളിക്കും. അപ്പൊ ഇതുകൊണ്ട് എനിക്ക് ബാപ്പാനോട് ദേഷ്യമാണ്. ബാപ്പാനെ സ്വകാര്യമായിട്ട് വിളിച്ചു കുട്ടിനെ മാറ്റിയിട്ട് നമ്മൾ ചോദിച്ചപ്പോ അവസാനം മൂപ്പര് പറഞ്ഞു, അങ്ങനെ ഒരു വിഷയം എൻ്റെ അടുത്തുണ്ട്. സമ്മതിച്ചു. എന്നാ ഇനി മേലാൽ അത് ഉണ്ടാകൂലെങ്കിൽ നിങ്ങൾ ആ കുട്ടികളോട് നന്നാകാൻ തീരുമാനമുണ്ട്. ചെറിയ കുട്ടിയാണ്, ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ കുട്ടി പ്രായപൂർത്തി എത്തിയിട്ടില്ല. കുട്ടിക്കാകെ 9 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുരുന്നിന്റെ മനസ്സിൽ നിങ്ങളോട് വെറുപ്പുണ്ടായാല് ചെറുപ്പത്തിലുള്ള വെറുപ്പ് പിന്നെ മാറുമോ? ചെറുപ്പത്തിൽ സ്നേഹമല്ലേ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആ ശൈലി മാറ്റണം. ശരി, ഞാൻ തീരുമാനിച്ചു. പിന്നെ ഓലെ ജീവിതമൊക്കെ നന്നായി. നിങ്ങൾ നോക്ക്, ഇങ്ങനെ ചില സ്വഭാവങ്ങളും വിഷയങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ മക്കളെ വിളിച്ചു ഉപദേശിച്ച ഉപദേശങ്ങളൊക്കെ യാ ബുനയ്യാ, തന്റെ കപ്പലിലേക്ക് കയറാതെ
തന്നോട് മത്സരിച്ചുകൊണ്ട് നീന്തി തുടക്കുന്ന മകനെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം തന്റെ വിശ്വാസധാരയിൽ നിന്ന് അകന്നുപോയ മകനെയും വിളിക്കുന്നത് യാ ബുനയ്യ ഇർകം മനാ, കുഞ്ഞുമോനെ നമ്മോടൊപ്പം കയറിക്കോ, വലാ തകും മഅൽ കാഫിരീൻ, സത്യനിഷേധികളെ കൂട്ടത്തിൽ പെട്ട് നീ ചതിയിൽ പെട്ടുപോകണ്ട, നീ കപ്പലിൽ കയറിക്കോ, വിശ്വസിച്ചോ മോനെ. നിങ്ങൾ നോക്കപ്പോഴും വിളിക്കുന്നത് യാ ബുനയ്യ എന്നാണ്. വലിയ കേട്ടാൽ പേടി തോന്നുന്ന ഒരു വിഷയം ഉണർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നിർദ്ദേശം കൊടുത്തപ്പോ മിനാ പർവ്വതത്തിന്റെ താഴ്വരയിൽ പോയി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ചെറിയ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ജുർഹും ഗോത്രക്കാരുമായി ബന്ധപ്പെട്ട് അറബി ഭാഷ പഠിച്ചിട്ട് നന്നായി ചെറുപ്പത്തിൽ തന്നെ നല്ല അറബി ഭാഷ പഠിച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ബാപ്പ പോയി ഉണർത്തുന്നു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്റക ഫൻദുർ മാദാ തറാ, കുഞ്ഞുമോനെ നിന്നെ ബയറുക്കണമെന്ന് സ്വപ്ന ദർശനം കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തു ചെയ്യണം പറയൂ മോനെ. കേട്ടാൽ പേടി തോന്നുന്ന വിഷയവും അവതരിപ്പിക്കുന്നത് സ്നേഹഭാഷയിലാണ്. ലുഖ്മാനുൽ ഹക്കീം തങ്ങള് 2-3 ഉപദേശങ്ങളല്ല 100 കണക്കിന് ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഏത് ഉപദേശവും തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. യാ ബുനയ്യ, കുഞ്ഞുമോനെ അഖിമിസ്സലാ, കൃത്യമായും നിത്യമായും നീ നിസ്കരിക്കണം കേട്ടോ. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ നിനക്ക് പതിവായി കിട്ടിയാൽ പിന്നെ നീ ചെയ്യേണ്ടത് നമ്മുടെ മക്കളോട് കൊടുക്കേണ്ട ഉപദേശവും ഇങ്ങനെയാണ്. പിന്നെ നീ ചെയ്യേണ്ടത് സംഘടനാ പ്രവർത്തനമാണ്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകരി, അതല്ലേ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ട് നീ കൽപ്പിക്കണം, നല്ല വഴിയിലേക്ക് നിന്റെ കൂട്ടുകാരെയും നിന്നോടൊപ്പമുള്ളവരെയും മറ്റുള്ളവരെയും വഴി ചേർത്ത് കൊണ്ടുവരണം. വൻഹാനിൽ മുൻകരി, തിന്മക്കെതിരെ നീ വിരോധം തീർക്കണം. ഇത് രണ്ടുമാണല്ലോ സാധാരണ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ സംഘടനയിലുമുള്ള പ്രമേയം. നന്മയുടെ വഴിയിൽ പൊക്കിക്കൊണ്ടുവരിക, തിന്മയുടെ വഴികൾ പതുക്കെ പതുക്കെ അടച്ചു കളയുക. പക്ഷേ അതിനൊരു കുട്ടി പ്രാപ്തനാകുന്നത്, ഒരു യുവാവ് തന്റെ ഇടമുള്ളവനാകുന്നത് 5 വക്ത് നിസ്കാരവും കൃത്യമായി നിസ്കരിക്കുമ്പോഴാണ്. അതിനാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ ബുനയ്യ അഖിമിസ്സലാ. ഇമാം റാസി റളിയല്ലാഹു അൻഹു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, തക്മീലൻ ലിനഫ്സിക, നിന്റെ സ്വന്തത്തിന് നീ ഒരു പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ, നീ ഒരു നല്ല യുവാവായി തീരണമെങ്കിൽ കൃത്യമായുള്ള നിസ്കാരം ഒഴിച്ചുകൂടാ. അത് നിനക്കുണ്ടോ? എന്നാ പിന്നെ നീ ഇറങ്ങിക്കോ. നീ കിട്ടുന്ന നേരത്തൊക്കെ ജനങ്ങളെ നന്നാക്കാനും നല്ല വഴിയിലേക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാനും തിന്മയുടെ ഏതെങ്കിലും ഉപാസകരുണ്ടെങ്കിൽ സോപ്പിട്ടിട്ട് അവരെ നന്നാക്കി ആ വഴിയിൽ നിന്ന് മാറ്റാനും ആ 2 പ്രവർത്തനത്തിലേക്കും നീ പൊഴിക്കും. പിന്നെ അതിന്റെ ശേഷം നോക്ക്, നിങ്ങൾ ആ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോ നല്ല യുവാവായ നിനക്ക് വരുന്ന വലിയൊരു വിഷയമുണ്ട്. അതെന്താ? പിന്തിരിപ്പൻ ശൈലി വരും, കാലദുരന്തങ്ങൾ വരും, പരിഹാസങ്ങൾ വരും, കൂക്കിവിളി വരും, അപഹാസ്യങ്ങൾ വരും. അപ്പൊ നീ ചെയ്യേണ്ടത് എന്താണ്? വസ്ബിർ അലാ മാ അസ്വാബക്. ആ രംഗത്ത് നീ പ്രവർത്തിക്കുമ്പോ നിനക്ക് സംഭവിക്കുന്ന മുഴുവൻ ആപൽ സന്ധികളും നീ ക്ഷമയോടെ തരണം ചെയ്യണം. ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, നിശ്ചയദാർഢ്യം നിനക്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണിത്. നിന്റെ ആ പ്രവർത്തനം അവസാനിപ്പിക്കാതെ ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാല്, നിങ്ങൾ നോക്കൊരു ബാപ്പ മകനെ ഉപദേശിക്കുകയാണ്, നമ്മളും ഉപദേശിക്കണ്ടേ? എത്ര വലിയ കുരുത്തം കെട്ട ആളാണെങ്കിലും ശരി, അവനൊന്ന് ഉപദേശിക്കുമ്പോ അവൻ നന്നാകും. ഉപദേശിക്കുമ്പോ ചെറിയ ഒരു തരി അവന്റെ മനസ്സിൽ ശേഷിക്കുന്നുവെങ്കിൽ അവൻ നന്നായി കിട്ടുമെന്ന് തീർച്ചയാണ്. ഉപദേശം ഒരിക്കലും നിർത്തിക്കൂടാ. നന്മ ചെയ്യാൻ മടിയുള്ളവരെ നന്മയിലേക്ക് ഉപദേശിക്കണം. തിന്മയുടെ ആളുകളായി മാറിയ ആളുകളെ തിന്മയിൽ നിന്ന് മുക്തരാക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു മദീനത്ത്. ഹദീസിൽ തന്നെ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാ ജമാഅത്തിന് മദീനത്തെ പള്ളിയിൽ വന്നാലും ഉമർ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു കണ്ടിട്ടല്ലാതെ, കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടല്ലാതെ ഒരിക്കലും പിരിഞ്ഞു പോകാറില്ല. കാന ശാബ്ബുൻ ബിൽ മദീന, മദീനയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. സാഹിബ ഇബാദ, നല്ല ആരാധനയുള്ള ചെറുപ്പക്കാരനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അത്യധികം സ്നേഹിച്ചിരുന്നു, നന്നായി സ്നേഹിച്ചിരുന്നു, നല്ല ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു. കാരണം ആ ചെറുപ്പക്കാരിൽ കണ്ടു നോക്ക് നിങ്ങൾ. യുവത്വ കാലത്ത്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ യുവത്വ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മെ പിടികൂടുന്ന കാലം. ആ യുവത്വ കാലത്ത് ഇബ്ലീസിന്റെ പിടുത്തത്തിലേക്ക് പിടുത്തം കൊടുക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞോ? എന്നാൽ അവരുടെ യുവത്വത്തിന് ശേഷമുള്ള ജീവിതവും സന്തോഷത്തിലാണ്. യുവത്വകാലത്ത് അവന്റെ പിടുത്തത്തിൽ നിന്ന് കുതറി മാറാൻ കഴിഞ്ഞില്ലേ? യുവത്വത്തിന് ശേഷമുള്ള ജീവിതവും പോക്കാണ്. കാരണം ആ യുവത്വത്തിൽ തുടർന്നു കൊണ്ടുവന്നത് പിന്നെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉണ്ടായാലും ശരി, തനിക്ക് ഹോബിയായി മാറിയ തിന്മ അവസാനിക്കൂല. അതുകൊണ്ടല്ലേ യുവത്വം കരുതണമെന്ന് പറഞ്ഞത്. പിശാചി ഏറ്റവും കൂടുതൽ വേട്ടയാടി പിടിക്കുന്ന നേരമാണ് നമ്മുടെ നാട്ടില്. യുവതി യുവാക്കൾ, യുവതി എന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യുവതി യുവാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നന്മയോടാണോ തിന്മയോടാണോ? തിന്മയോടാണ്. തിന്മയോടാണെന്നതിൽ തർക്കമില്ല. അതിലേറ്റവും ഊർജിച്ചു വരുന്നൊരു തിന്മയാണ് മദ്യപാനം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര സ്വകാര്യമായിട്ടാണ് നടക്കുന്നതെന്നറിയോ? വളരെ സീക്രട്ട് ആയിട്ടാണ് നടക്കുന്നത്. അതിനോരോ നല്ല നല്ല ദിവസങ്ങളാണ് കാരണമായി മാറുന്നത്. നല്ല ദിവസങ്ങൾ എടുത്തു മാറ്റണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ നല്ല ദിവസങ്ങളിൽ ഒരു ചെറിയ സ്വാതന്ത്ര്യം കിട്ടിയാൽ, ഏതെങ്കിലും ഒരു പിഴച്ച ആളുടെ കൂട്ടുകെട്ടും കിട്ടിയാൽ, നഊദു ബില്ലാഹ്, പിന്നെ മദ്യപാനം ശീലമായി പോകുന്നു. നല്ല ആളുകളുടെ കൂട്ടത്തിലാകുമ്പോ കുഴപ്പമുണ്ടാകൂല, ചീത്ത ആളുകളെ കൂട്ടത്തിൽ പോകുമ്പോ പേച്ചു പോകും. മദീനയിൽ ഉമർ റളിയല്ലാഹു അൻഹു സ്നേഹിക്കുന്ന ഈ ചെറുപ്പക്കാരൻ മദീനത്ത് താമസിക്കുമ്പോ ഒരു തകരാറുമില്ല. ജോലിക്ക് വേണ്ടി ആ ചെറുപ്പക്കാരൻ മിസ്റിലേക്ക് നീങ്ങി. മിസ്റിലെത്തിയപ്പോ കേടുവന്നുപോയി. മിസ്റിൽ നിന്ന് ആളുകൾ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ ഒരു കൂട്ടുകാരൻ മദീനത്ത് നിന്ന് മിസ്റിലേക്ക് വന്നിട്ടുണ്ടല്ലോ, എങ്ങനെയുണ്ട് അവസ്ഥ? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവോട് മിസ്റിൽ നിന്ന് വന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ചോദിക്കണ്ട ഉമർ തങ്ങളെ, 24 മണിക്കൂറും ഇരു കണ്ണുകളും ചോപ്പിച്ചുകൊണ്ട് മുഴുകുടിയനായി മാറി. കാരണം കൂടെ ജോലിക്ക് കിട്ടിയത്, കൂടെ കിടന്നുറങ്ങാൻ കിട്ടിയത്, കൂടെ ഭക്ഷണം കഴിക്കാൻ കിട്ടിയത്, കൂടെ നടക്കാൻ കിട്ടിയത് മദ്യപാനികളായ കൂട്ടുകാരെയാണ്. അവര് മുഴുകുടിയന്മാരാ. അവരാദ്യം കുടിക്കാൻ ചെറുപ്പക്കാരൻ വിസമ്മതിച്ചപ്പോ അവനെ അതാ അവര് പ്രലോഭിപ്പിച്ചു. പിന്നെ പ്രകോപനത്തിന്റെ ശൈലിയായി. പിന്നെ പതുക്കെ അവനൊന്ന് കുടിക്കാൻ കൊടുത്തു. പിന്നെ അവൻ ഘട്ടം ഘട്ടമായി കുടിച്ചു. പിന്നെ കുടിക്കുന്നവർക്ക് പോലും വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. സദാസമയത്തും കുടിയിലാണ്. ഇത് കേട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടു. ഞാൻ അത്യധികം എന്റെ മനസ്സുകൊണ്ട് സ്നേഹിച്ച മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന് വന്നാൽ എന്നെ കാണാതെ ഒരു വക്ത് ജമാഅത്ത് കഴിഞ്ഞാലും പോകാത്തില്ലാതെ എന്റെ മനസ്സോട് ചേർന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വഴിതെറ്റിപ്പോയോ? ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, എന്നാൽ അവൻ കേടായി പോട്ടെ എന്നല്ല പറഞ്ഞത്, അവനിനി ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. വന്ന ആളുകളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ലെറ്റർ തരാം, ഒരു കത്ത് തരാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്, ചെറുപ്പക്കാരന് നിങ്ങൾ ആ കത്തൊന്ന് കൈമാറണം. ആ ചെറുപ്പക്കാരന് കത്ത് കിട്ടുമ്പോ എന്നോടുള്ള ആത്മബന്ധത്തിന്റെ പേരിൽ ഒന്ന് മാറിക്കിട്ടുമോ? ഞാനൊന്ന് നോക്കട്ടെ. ഇടക്ക് സംഭവം പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് ഞാനൊന്ന് പറയട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ കൂട്ടത്തിലുള്ള നല്ല വാസനയുള്ള, നല്ല കരുത്തുള്ള, നല്ല ആവേശമുള്ള, നല്ല ആരോഗ്യമുള്ള യുവതീ യുവാക്കള് മദ്യത്തിലേക്ക് കൂപ്പുകുത്തുന്നതിന് ഒരു പെരുന്നാളും കാരണമായി കൂടാ, ഒരു ടൂറും കാരണമായി കൂടാ, ഒരു ഓണവും കാരണമായി കൂടാ, ഒരു ഊട്ടി യാത്രയും ഒരു കൊടൈക്കനാൽ യാത്രയും അത്തരത്തിൽ അനുവദിച്ചൂടാ. നല്ലവരായ നമ്മുടെ മുഖം കൊടുത്താൽ ഏതെങ്കിലും ഒരു തവണ പിശാച് അവരെ വഴിതെറ്റിച്ചാൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമുണ്ടാകില്ല. ഏതെങ്കിലും
എവിടെങ്കിലും ചെറിയൊരു സൂചന കിട്ടിയാൽ അയൽവക്കത്തെ കാതിലേക്ക് അത് കൊടുക്കരുത്, കൂട്ടുകാരിലേക്ക് അത് കൈമാറരുത്. സ്വകാര്യമായി വിളിച്ച് അടുത്തിരുത്തിയിട്ട് മാറോട് ചേർത്ത് പിടിച്ചിട്ട് സ്വന്തം മകനോട് ഹൃദ്യമായ ഭാഷയിൽ ബാപ്പ പറയണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്തതുപോലെ സാരോപദേശം കൊടുത്തിട്ട് നന്നാകണം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്ത് വാങ്ങി, ഒരു കടലാസ് വാങ്ങിയിട്ട് തന്റെ കാത്തിബിനോട് ഇതിൽ എഴുതാൻ പറയുന്നു. മിൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഫ്രം അഡ്രസ് കൊടുക്കുന്നു. ഇത് ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്നുള്ള കത്താണ്. അതാ ടു അഡ്രസ്സും വെക്കുന്നു. സലാമുൻ അലൈക്കും, സുഹൃത്തേ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഞാൻ അല്ലാഹുവിനെ പറ്റി നിന്നിലേക്ക് ഞാൻ സ്തുതിക്കുന്നു. അല്ലാഹു ആരാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലാ ഹുവ ഗാഫിറുൽ ദംബി, പാപം പൊറുക്കുന്നവനാ. വഖാബിലു തൗബി, തൗബ സ്വീകരിക്കുന്നവനാ. ശദീദുൽ ഇഖാബ്, തൗബ സ്വീകരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് പാപം പൊറുക്കുന്നവനാണെന്ന് കേട്ടിട്ട് മടക്കാനൊരുക്കമില്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ്. സർവ കഴിവും സർവ അധികാരവുമുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. അതാ പിന്നെ ദുആ ചെയ്യുന്നു. കത്തിൽ ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കത്തിങ്ങനെ എഴുതിയിട്ട് പിന്നെ ദ്വാർക്കുന്നു. പടച്ചോനെ നീ എന്റെ സുഹൃത്തിനെ നന്നാക്കി കൊടുക്കണം. നമ്മൾ ദ്വാർക്കണം. അങ്ങനെ നീ എന്റെ സുഹൃത്തിനെ നന്നാക്കി കൊടുക്കണം. എന്റെ ചെറുപ്പക്കാരൻ ഞാൻ സ്നേഹിക്കുന്ന ആളാണ്, നീ നന്നാക്കി കൊടുക്കണം. ആ കത്ത് അങ്ങോട്ട് എത്തുന്നു. അതില് മദ്യപാനത്തിന്റെ ഒരു ഭാഷയുണ്ടോ? നീ കുടിയനായി എന്ന് ഞാൻ അറിഞ്ഞു എന്നുള്ള പേരുണ്ടോ? നീ ഇത്ര മോശക്കാരനായി എന്നുള്ള ശകാരവർഷമുണ്ടോ? അള്ളാഹുവിനെ ഒന്ന് പരിചയപ്പെടുത്തിയതാ. അല്ലാഹു ഗാഫിറുദ് ദംബ, അല്ലാഹു ഖാബിലുത് തൗബാണ്, പാപം പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, തയ്യാറില്ലെങ്കിൽ ശിക്ഷിക്കാൻ ശക്തമായി കഴിവുള്ളവനാ. ഈ കത്ത് ആ മനുഷ്യന്റെ അടുക്കലെത്തിയപ്പോ അദ്ദേഹം ഈ കത്ത് വായിച്ചുകൊണ്ട് പറയുന്നു, ഗാഫിറുദ് ദംബി ഖദ് വഅദനി അൻ യഗ്ഫിറ ലീ, പാപം പൊറുക്കുന്ന റബ്ബ് എനിക്കും പൊറുക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ. വഖാബിലുത് തൗബി ശദീദുൽ ഇഖാബ്, തൗബ സ്വീകരിക്കുന്ന റബ്ബ് കഠിനമായി ശിക്ഷിക്കാൻ കഴിവുള്ളവനാണല്ലോ. അവന്റെ ശിക്ഷയെപ്പറ്റി എന്നോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. ആവർത്തിച്ച് ആവർത്തിച്ച് സൂറത്തുൽ മുഅ്മിനിലെ ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് പൊട്ടി പൊട്ടി കരയുന്നു. കരഞ്ഞ് 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 കുറെ ദിവസം തേങ്ങിക്കരഞ്ഞിട്ട് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പിന്നീട് വാർത്തയെത്തുന്നു. ആ ചെറുപ്പക്കാരൻ കുടിമാറ്റിപ്പോയി, നന്നായി തീർന്നു, നല്ലവനായി ജുമുഅക്കും ജമാഅത്തിനും പോയി തുടങ്ങിയിട്ടുണ്ട്, ചീത്ത കൂട്ടുകാരെ കൈയൊഴിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ 3 വരിയുള്ളൊരു കത്തെത്തിയപ്പോ സാരോപദേശത്തിന്റെ ശക്തി കണ്ടോ നിങ്ങൾ? ഏതൊരു യുവതീ യുവാക്കളെയും നട്ടുവളർത്തുന്നതിൽ സാരോപദേശത്തിന് വലിയ പങ്കുണ്ട്. അത് മറക്കരുതേ ഉപ്പാ, മറക്കരുതേ ഉമ്മാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരം കിട്ടുന്ന ചെറുപ്പക്കാരൻ മിസ്റിൽ നിന്ന് മദീനയിൽ വരുന്നുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോ ഈ കള്ളുകുടിയുടെ വിവരം അറിഞ്ഞ മുഴുവൻ കൂട്ടുകാരെയും വിളിച്ചു, അയൽക്കാരെയും ഒത്താശ പറഞ്ഞവരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കൽ പോലും എന്റെ സുഹൃത്ത് മദീനയിലെത്തിയാൽ നീ മിസ്രിൽ പോയിട്ട് കുടിയനായോ എന്നൊരു ചോദ്യം നിങ്ങൾ അവനോട് ചോദിക്കരുത് കേട്ടോ. ഇനിയും നിങ്ങൾ പിശാചിന്റെ പാതയിലേക്ക് തള്ളിവിടരുത്. കാരണം നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ മനസ്സിൽ പിശാച് ദേഷ്യം മുളപ്പിക്കും. നിങ്ങൾ ആ കുടി മാറ്റിയിട്ടും ഇപ്പോഴും അവർ പഴയ പല്ലവി ആവർത്തിക്കുന്നുണ്ട്. ഏതായാലും കുടിയനായി എന്ന് പേര് വന്നില്ലേ, ഇനി നിങ്ങൾ അങ്ങ് കുടിച്ചോ. പിശാച് തോന്നിപ്പിച്ചാൽ പഴയ മാർഗത്തിലേക്ക് തന്നെ, അരുതായ്മയിലേക്ക് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് ഒരൊറ്റ കുട്ടിയും കള്ളുകുടിയുടെ ഒരു കാര്യം പോലും എന്റെ കൂട്ടുകാരനോട് പറയല്ല. റളിയല്ലാഹുവിന് തിരിച്ചൊരു കത്തും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ആ കത്തിലും പറഞ്ഞു, സന്തോഷം ഉമർ തങ്ങളെ, ഞാൻ അള്ളാഹുവിനോട് മാപ്പിരന്നിട്ടുണ്ട്, ഖാലിസായ തൗബ നടത്തിയിട്ടുണ്ട്. കൂട്ടുകാരെ, നമുക്ക് നന്നാക്കാൻ കഴിയും. നമ്മുടെ കൂടെ നടക്കുന്ന നല്ല യുവതികളെ, നല്ല യുവാക്കളെ. അതുകൊണ്ടല്ലേ ഈ സാരോപദേശത്തിന്റെ ശൈലി നോക്ക് നിങ്ങൾ. എത്ര ആളുകളെയാണത് മാറ്റിയത്.
എത്രയെത്ര കൊമ്പന്മാരെയാണ് അള്ളാഹുവിലുള്ള ഈ തഖ്വയുടെ ഉപദേശം കൊണ്ട് അവർ യുവത്വം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത്. തെണ്ണിപ്പ് കാണിച്ച് നടന്നിരുന്ന ആളുകളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബനു ഇസ്രായേൽകാരിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് കിഫിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കിഫിലിന്റെ വർത്തമാനം ഒന്നല്ല രണ്ടല്ല 10 പലതവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. കിഫിലിനെ പറ്റി അറിയുമോ? നല്ല ആരോഗ്യവാനാണ്, സാമ്പത്തിക ശേഷിയുള്ളവനാണ്. പക്ഷേ ഒരു തോന്നിവാസം തന്നെ പിടികൂടിയിട്ടുണ്ട്. ആ തോന്നിവാസത്തിൽ നിന്ന് കിഫിലിനെ മാറ്റിയിട്ട് കിഫിലിന് സ്വർഗം വാങ്ങിച്ചു കൊടുത്തത് നല്ല ആത്മബോധമുള്ള ഒരു യുവതിയാണ്. ഒരൊറ്റ ദിവസത്തെ ഉപദേശം, ഒരൊറ്റ രാത്രിയിലെ സെക്കൻഡുകളിലെ ഉപദേശം കൊണ്ട് നന്നാക്കി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ഉപദേശത്തിന്റെ അളവ് കെട്ടുപോകരുത്. നവർമൈൻഡ് ആക്കി കളയുന്നൊരു സ്വഭാവം നമുക്കുണ്ട്, നമ്മിലത് ശീലമായിട്ടുണ്ട്. അവർ നിസ്കരിച്ചാലും വേണ്ടിയില്ല, നിസ്കരിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, അവരെന്തായാലും വേണ്ടിയില്ല. ആളുകൾ ചോദിച്ചാൽ 4 മക്കളുണ്ട്, 3 മക്കളുണ്ട് എന്ന് പറയാൻ 3 എണ്ണമുണ്ട്, 4 എണ്ണമുണ്ട്. അത് പോരാ ഉപ്പമാരെ. നമ്മൾ നല്ലൊരു യുവാവിനെ സംഭാവന ചെയ്താൽ, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കെട്ടിപ്പടുത്തു വളർത്തുയർത്തിയാൽ, പരിശുദ്ധ ദീനിന്, ഈ സുന്ദരമായ നാടിന്, ഈ സമൂഹത്തിന് മുഴുവനും സൽപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ആ യുവാവ് വളർന്നു വന്നാൽ, ആ ഒരു കാരണമായി അള്ളാഹു നമ്മെ പരിഗണിക്കും, നമ്മുടെ വീഴ്ചകളൊക്കെ പുറത്തു തരും, നമ്മുടെ ആഖിറം വെളിച്ചമാക്കി തരും. മഹ്ശറിൽ വെച്ച് ആ യുവാവിന്റെ ഏറ്റവും വലിയ മഹത്വം കൊണ്ട് നമ്മുടെ സല്ലത്തുകളൊന്നും കാണാതെ അല്ല നമ്മെ രക്ഷപ്പെടുത്തും കേട്ടോ. പക്ഷേ നമ്മൾ അതിന് തുനിയണം. കിഫിലിന്റെ അടുത്തേക്ക് വരുന്നവരെ മുഴുവനും അനാവശ്യത്തിന് സമീപിക്കുന്ന പരിപാടിയാ കിഫിലിന്. ചെറിയ ആള് വന്നാലും വലിയ ആള് വന്നാലും എങ്ങനെ അയാളെ കൊണ്ടൊരു തോന്നിവാസം ചെയ്യാൻ പറ്റും? അതാണ് കിഫിലിന്റെ ചിന്ത. ചെറിയ ആള് വലിയ ആള് എന്നുള്ള വ്യത്യാസമല്ല, വലിയ ആളുകളെ കൊണ്ടും തോന്നിവാസം ചെയ്യാൻ കിഫിലിന് മടിയില്ല. എത്രയോ പ്രായമുള്ളവരെ കൊണ്ടും തനിക്ക് ഇച്ഛിക്കുന്ന തോന്നിവാസം ചെയ്യിപ്പിക്കും. ആ കിഫിലിന്റെ സമീപത്ത് ഒരു പെൺകുട്ടി വന്നു, ഒരു യുവതി വന്നു, നല്ല ചുറുക്കുള്ള പെണ്ണാണ്. ആ യുവതി വന്ന ശേഷം കിഫിലിനോട് വന്നിട്ട് പറയുന്നു, കിഫിലേ, ഇന്നലെയും എന്റെ മക്കൾ പട്ടിണിയില, ഇന്നും എന്റെ മക്കൾ പട്ടിണിയിലാണ്, നാളെയും അവര് പട്ടിണിയിലാണെങ്കിൽ വിശപ്പ് കൊണ്ടവര് മരണമടഞ്ഞേക്കും. എന്തെങ്കിലും തന്നെന്നെ സഹായിക്കുമോ? കടം തന്നാൽ മതി, ഉണ്ടാകുമ്പോ ഞാൻ തിരിച്ചു തരാം. കിഫില് പറയുന്നു, പെണ്ണേ, നീ എത്ര ചോദിച്ചാലും ഞാൻ കടം തരാം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ, അലാ അൻ തുഖല്ലിയ ബൈനീ വ ബൈനകീ. നിന്റെ ശരീരം എനിക്കൊന്ന് ഒഴിഞ്ഞിട്ട് തരണം, നിന്നെ കൊണ്ട് സുഖിക്കാൻ എനിക്കൊരു ചാൻസ് തരണം. ഇവിടെ ആരാരും കാണാനില്ല, ആരും ചോദ്യം ചെയ്യാനില്ല, ഞാൻ എന്റെ വീട്ടിലൊറ്റക്കാ. പടച്ച റബ്ബിനെ പേടിയുള്ള ഈ പെണ്ണ് ഗത്യന്തരമില്ലാതെ സമ്മതിച്ചു പോയി. കാരണം മക്കൾ ശുദ്ധടഞ്ഞുകൊണ്ട് അവര് മരണമടയിഞ്ഞു പോകും, മരിച്ചു പോകും. അത്രമാത്രം പട്ടിണിയിലാണവർ. ഈ പട്ടിണി അവർക്ക് സഹിക്കാൻ കഴിയില്ല. ആ പട്ടിണിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി എന്റെ ശരീരം സമർപ്പിച്ചാലേ എന്ന ബന്ധിതാവസ്ഥയിൽ ആ പെണ്ണ് ശരീരം സമർപ്പിക്കാൻ ഒരുങ്ങി. കിഫിലിന്റെ പണി നോക്കാൻ ഒരുങ്ങിയപ്പോ ആ പെണ്ണിന്റെ ശരീരവും രോമവും ഒരുപോലെ കിടുകിടാ വിറച്ചുപോയി. അള്ളാഹുവിനെ പേടിയുള്ളവരുടെ തൊലികൾ വിറക്കുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അവരെ ശരീരം വിറക്കും, അവരെ രോമം വിറക്കും, അവരെ മുടി വിറക്കും. പെണ്ണിന്റെ ശരീരം അങ്ങ് വിറച്ചപ്പോ ഈ പെണ്ണിനോട് ചോദിച്ചു, കിഫില് പെണ്ണേ, ഞാൻ നിന്നെ നിർബന്ധിപ്പിച്ചോ? ഇല്ലല്ലോ. ഞാൻ നിന്നെ ഈ വിഷയത്തിൽ കെട്ടിയിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ നിന്റെ ശരീരം വിറക്കുന്നത്? പെണ്ണ് പറയുന്നു, ഇതെന്റെ ജീവിതത്തിൽ പതിവില്ല. ആദ്യമായിട്ടാണ് നിങ്ങളെ മുന്നിൽ, ഒരന്യപുരുഷന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ സമർപ്പിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ ഓർത്തപ്പോ എന്റെ ശരീരം വിറച്ചുപോയി. റബ്ബിന്റെ ശിക്ഷയും റബ്ബിന്റെ രക്ഷയും റബ്ബിന്റെ സുഖവും റബ്ബ് തരുന്ന അദാബും ഓർത്തപ്പോ എന്റെ ശരീരത്തിന് പിന്നെ സുഖം തോന്നിയതല്ല, എന്റെ ശരീരം കിടുകിടാ വിറച്ചുപോയി.
ഈ വിറക്കുന്ന രംഗം കണ്ടിട്ട് പടച്ച റബ്ബിനെ പേടിച്ച് ജീവിതത്തിൽ ആദ്യമായി തെറ്റിലേക്ക് പാദമൂന്നുന്നൊരു സഹോദരി തഖ്വയുടെ ഇത്രമാത്രം വലിയ സൗരഭ്യം കൊണ്ട് ആത്മീയ ബോധം കൊണ്ട് ഇങ്ങനെ വിറക്കുന്നുവെങ്കിൽ ഞാൻ എത്ര കാലമായി തോന്നിവാസിയായി ജീവിക്കുന്നു. വേണ്ട, പെണ്ണിന്റെ ശരീരത്തിലെ വസ്ത്രം കൊണ്ട് ആ പെണ്ണിനെ മറച്ചിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞ് കൈപിടിച്ചിട്ട് പറയുന്നു, മോളെ നിന്നെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, കിഫിലി അവസാനിപ്പിച്ചു. ഇനി മുതൽ ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് കിഫില് പോകൂല, ഒരാളെ കൊണ്ടും സുഖിക്കൂല, അനാവശ്യത്തിലേക്കായും ക്ഷണിക്കൂല. എത്ര ലക്ഷങ്ങൾ മുടക്കേണ്ടി വന്നാലും, എത്ര സൗരഭ്യമുള്ള പെണ്ണിനെ കണ്ടാലും, എത്ര സന്തോഷമുള്ള ആണിനെ കിട്ടിയാലും ഞാനിനി റബ്ബ് നിഷിദ്ധമാക്കിയ ഒരു പരിപാടിയിലേക്ക് എന്റെ ശരീരം കൊണ്ടുപോകില്ല. സാക്ഷ്യപ്പെടുത്തി. കിഫില് പറഞ്ഞു, തന്നത് മുഴുവനും ഞാൻ സംഭാവനയായി നിനക്ക് തന്നു വിട്ടു തന്നു, നീ പൊയ്ക്കോ. പിറ്റേന്ന് രാവിലെ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. കിഫിലിന്റെ വീട്ടുമുറ്റത്ത് തലേ ദിവസവും തൊട്ടു മുമ്പുള്ള ദിവസമൊക്കെ കള്ളു കുടിക്കാൻ ഒത്തുകൂടിയവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കെട്ടുകഥ പറയുകയല്ല, സ്വഹീഹായ ഹദീസിലുള്ളതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലവരു സ്വഹാബത്തിന് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ തങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. എല്ലാവരും പലരും ചോദിക്കാണ്, കിഫില് രക്ഷപ്പെടൂലട്ടോ. കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മളെ കൂടെ ഇന്നാലിന്റെ വിഷയത്തിന് വന്നത്, അതിന്റെ മുമ്പത്തെ ആഴ്ചയല്ലേ ഇന്നാലിന്റെ വിഷയത്തിന് വന്നത്. അപ്പോഴാണ് അവരാരും ശ്രദ്ധിക്കാത്തൊരു എഴുത്ത് കാണുന്നത്. മനുഷ്യൻ എഴുതിയതല്ല, കിഫിലിന്റെ വാതിലിന്റെ ഉമ്മരപ്പടിയിൽ ഒരു എഴുത്ത് കാണുന്നു. കിഫിലിന് അല്ലാഹ് പുറത്തു കൊടുത്തിരിക്കുന്നു. കിഫിലിനെ പറ്റി ഇവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെണ്ണ് വരുന്നത്. കിഫിലിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സായാഹ്നം എന്നോടൊപ്പമാ. കിഫില് തൗബ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിഫിലിനെ കുറ്റം പറയണ്ട, കിഫില് രക്ഷപ്പെടൂലെന്ന് പറയണ്ട. ഇന്നലെ എന്നെ സാക്ഷിയാക്കി മുഴുവൻ ദോഷങ്ങളിൽ നിന്നും കിഫില് മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പെങ്ങളെ, പിന്നാലെ കൂടുന്ന പൂവാലനോട് നീ പറയേണ്ട ഭാഷ മറന്നോ? ഇത്തഖില്ല. രണ്ട് വചനങ്ങൾ നീ എഴുതി വിട്ടാൽ മതി മെസ്സേജായിട്ട്. ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ബാപ്പ അറിഞ്ഞില്ലെങ്കിലും, ഉമ്മ അറിഞ്ഞില്ലെങ്കിലും, അയൽക്കാരറിഞ്ഞില്ലെങ്കിലും, അധ്യാപകൻ അറിഞ്ഞില്ലെങ്കിലും, കൂട്ടുകാരികൾ ആരും അറിഞ്ഞില്ലെങ്കിലും, എത്ര അതീവ രഹസ്യമാണെങ്കിലും, ഏത് സാറ്റലൈറ്റ് വെച്ചിട്ടും സ്വകാര്യത ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും, ഏറ്റവും ഒപ്പിയെടുക്കുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ടല്ലോ, അത് റബ്ബിന്റെ നിരീക്ഷണമല്ലേ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. സദാസമയത്തും എല്ലാ സ്ഥലത്തും കൂരിരട്ടിലും റബ്ബ് നിരീക്ഷണത്തിലാ. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ചോ എന്നൊരു മെസ്സേജ് കൈമാറിയാൽ, ചെറിയ ഈമാനിന്റെ കണിക അവസാനിക്കാത്ത മനസ്സിന്റെ ഉടമയാണെങ്കിൽ അവനൊരു നേരം ചിന്തിച്ചു മാറിയാൽ, അവന്റെ ജീവിതം അങ്ങ് നന്നായി പോയാൽ, നിന്നെ കൊണ്ടവന്റെ യുവത്വം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ യുവത്വം തുലക്കാൻ കഴിഞ്ഞില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു യുവത്വം തുലച്ചാൽ, ഒരു യുവത്വം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ, റബ്ബിന്റെ മാർഗത്തിൽ സമരമുഖത്ത് തിന്മക്കെതിരെ കൈകോർത്തുകൊണ്ട് നന്മയുടെ വഴികളിൽ ഒത്തൊരുമിച്ചുകൊണ്ട് യുവതീ യുവാക്കൾ വളർന്നാൽ എന്താണ് അവർക്കുള്ള മഹത്വം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് പറയാണ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ഹാജരായി. കാണാൻ നല്ല ചെറുക്കുണ്ട്. ആ ചെറുപ്പക്കാരനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പറഞ്ഞു, ലൗ കാന ഹാദാ ശാബു ജഅല ശബാബഹു വനശാതഹു വഖുവതഹു ഫീ സബീലില്ലാഹ്. ഈ ചെറുപ്പക്കാരന്റെ യുവത്വവും, ഈ ചെറുപ്പക്കാരന്റെ ആവേശവും, ഈ ചെറുപ്പക്കാരന്റെ ആരോഗ്യവും അള്ളാഹുവിന്റെ വഴിയിൽ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ചെറുപ്പക്കാരന്റെ പ്രസരിപ്പ് കണ്ടിട്ട് ഞങ്ങളൊക്കെ സ്വഹാബത്തൊക്കെ ഇങ്ങനെ പറയാം, നല്ലൊരു ചെറുപ്പക്കാരല്ലേ, നല്ല വഴിക്ക് വന്നാൽ എത്ര ഗുണം ഉണ്ടാകൂലേ.
നല്ല ഉഷാറായി കിട്ടിയാൽ എത്ര സന്തോഷം ഉണ്ടാകൂലേ. ഇത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ ഈ പറയുന്ന സംസാരം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേട്ടു. കേട്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അമാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലില്ല, ഇല്ലാ മൻ ഖുതില വമൻ സഅ അലാ വാലിദൈഹി, കൊല്ലപ്പെട്ട യുവാക്കളുണ്ടല്ലോ റബ്ബിന്റെ മാർഗത്തിലാണവര്. വമൻ സഅ അലാ വാലിദൈഹി, മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന യുവാക്കളുണ്ടല്ലോ, ഫഹുവ ഫീ സബീലില്ലാഹ്. യുവതി യുവാക്കളെ, സ്വന്തം ബാപ്പമാർക്ക് വേണ്ടി, സ്വന്തം ഉമ്മമാർക്ക് വേണ്ടി അവരെ ഉപദേശങ്ങൾ ശ്രവിച്ച്, അവരെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി ഖിദ്മത്തെടുത്ത് അവർ പറയും പോലെ കേട്ട് നടന്നാൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള നേരായ വഴിക്കുള്ള യുവത്വമാണ്. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, ഇമാമുൻ നവവി സ്വന്തം ബാപ്പ പറഞ്ഞത് അങ്ങനെ തന്നെ അംഗീകരിച്ചതാണ്. ബാപ്പ കച്ചവടം ചെയ്ത് ജീവിച്ച നല്ല ഒരു മനുഷ്യനായിരുന്നു. ആ കച്ചവടം ചെയ്യുന്നതിന്റെ ഇടക്ക് മകനെ പീടികയിൽ കൊണ്ടുപോയി പക്ഷേ ആ ബാപ്പ കുട്ടിക്ക് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനിന്റെ മന്ത്രധ്വനികളാണ്. ഒഴിവ് വിട്ടിട്ടുള്ള കളിയുടെ ഭാഗമേ ആയമാകുന്നുള്ളൂ. അല്ലാഹുവിന്റെ വഴിയിൽ വളർന്നു വരുന്നതിന്റെ ഒരു മാർഗമാണ്. ബാപ്പാന്റെയും ഉമ്മാന്റെയും കാര്യത്തിൽ യുവതീ യുവാക്കൾ അധ്വാനിക്കുക, അവർക്ക് വേണ്ടി നല്ല നിലക്ക് പ്രവർത്തിക്കുക. ബാപ്പമാര് ഉമ്മമാരവരെ വളർത്തിക്കൊണ്ടുവരിക, സാരോപദേശങ്ങൾ കൊടുക്കുക. അതിന് മറക്കരുത്, അവര് നല്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോ അത് സ്വീകരിക്കലാണ് യുവതീ യുവാക്കളെ ശൈലി. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പൊ ഭീഷണിയാണ്. ഇപ്പൊ വളർന്നു വന്ന് അത്യാവശ്യം ജോലിക്ക് പക്വമായ ഒരു കുട്ടിയോട്, നല്ല യുവത്വത്തോട് ബാപ്പയും ഉമ്മയും ഒരു കാര്യം പറയുമ്പോ, ഇനി നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് സ്വന്തമായി അധ്വാനിക്കാൻ കഴിയും, എനിക്ക് സ്വന്തമായി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും, അതിന് പറ്റുന്ന ജോലികളൊക്കെ നാട്ടിൽ ധാരാളമുണ്ടെന്ന് പറഞ്ഞ് അവരെ വാക്ക് ചെവി കൊള്ളാതെ, ചിലപ്പോഴൊക്കെ ദേഷ്യം പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ, വാശി പിടിച്ചിട്ട് തന്റെ വഴിയിലേക്ക് മാതാപിതാക്കൾ ഇങ്ങോട്ട് വരണം. അങ്ങനെയല്ലല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവരെ വഴിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് പോവുക, ഒരു യുവതി അങ്ങോട്ട് പോവുക, അവര് പറയുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കുക. എന്നാൽ കിട്ടുന്ന ഭാഗ്യം, ആ നല്ല യുവത്വം ചെലവഴിച്ചത് റബ്ബിന്റെ മാർഗത്തിലാ, നേരിന്റെ പാതയിലാ. സ്വന്തം ബാപ്പ പറയുന്നു, സ്വന്തം ഉമ്മ പറയുന്നു, മോനെ നീ എനിക്ക് ഇന്നാലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. അത് അക്ഷരം പ്രതി മകൻ അംഗീകരിക്കുന്നു. ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം പിതാവ് ഖുർആനോത്ത് പഠിപ്പിച്ച ബാപ്പ, ആ ബാപ്പ മകനോട് പറഞ്ഞു, മോനെ ഒഴിവ് കിട്ടുന്ന നേരത്തൊക്കെ ഖുർആനോദണം. പീടികയിൽ ഒഴിവ് കിട്ടുന്ന നേരത്ത് മറ്റു പല കുട്ടികളും കളിക്കുമ്പോ, കുട്ടിപ്രായത്തിലാണ് കുട്ടികൾ കളിക്കും, അതിനൊരു പരാതിയില്ല, ഒരു കേടുമില്ല, കുട്ടികൾക്കുള്ളതാണല്ലോ കളി എന്ന് പറഞ്ഞത്. പക്ഷേ ഉമ്മാം നബി തങ്ങൾ ബാപ്പാന്റെ ഉപദേശം സ്വീകരിച്ചു. അതാ ഒഴിവ് കിട്ടുന്ന നേരത്ത് ഖുർആൻ ഓതുന്നു. ആ ഖുർആനോത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടൊരു പണ്ഡിതൻ പീടികയുടെ മുന്നിലൂടെ പോയി. ആ പണ്ഡിതൻ ചോദിച്ചു, ഈ കുട്ടി ആരുടേതാണ്? അവരൊക്കെ പറഞ്ഞു, ഈ കുട്ടിയുടെ വാപ്പ ഇവിടെ ഇല്ല, വീട്ടിൽ പോയതാണ്, ഇപ്പൊ വരും. കുറച്ചു കഴിഞ്ഞിട്ട് വാപ്പ വരുന്നു. പണ്ഡിതൻ ചോദിക്കുന്നു, ഈ കുട്ടി നിങ്ങളുടേതാണോ? അതെ. ഈ കുട്ടിയെ എനിക്ക് തരണം. എന്തിനാ ഉസ്താദേ എന്റെ കുട്ടിയെ? ഈ കുട്ടിയിൽ നല്ല ഭാവി ഞാൻ കാണുന്നുണ്ട്. ഈ കുട്ടിയുടെ സ്വഭാവം കണ്ടില്ലേ, ഖുർആനുമായി ബന്ധപ്പെട്ടൊരു സ്വഭാവമാണ്. ഒഴിവ് കിട്ടുന്ന വേളയാണ്, പാട്ടുപാടി രസിക്കാൻ പറ്റുന്ന നേലയാണ്, ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് കളിക്കാൻ പറ്റുന്ന മേഖലയാണ്. കുട്ടിത്വം വിട്ടിട്ടില്ലല്ലോ. പക്ഷേ കുട്ടിത്വത്തിലും കാര്യബോധമുള്ള കുട്ടി, അവൻ നല്ല യുവത്വത്തിന്റെ തുടക്കത്തിലേക്കാണ് അവന്റെ പോക്ക്. ഈ കുട്ടിയെ നിങ്ങൾ എനിക്ക് തരണം. ബാപ്പ പറയുന്നു, മോനെ ഉസ്താദിന്റെ കൂടെ പോയിക്കോ. ആ ഉസ്താദിന്റെ കൂടെ പോയി വലിയ വിജ്ഞാനം സ്വീകരിച്ചു. 10-20 വയസ്സാകുന്നതിന്റെ മുമ്പ് തന്നെ അക്കാലഘട്ടത്തിലുള്ള പണ്ഡിത
പണ്ഡിതന്മാര് ഫത്വ നൽകാൻ അംഗീകാരം നൽകി. അന്ന് ബാപ്പ പറഞ്ഞ വാക്ക് സ്വീകരിച്ചത് കൊണ്ട് ഇമാം നബവി തങ്ങളെ പറയാത്ത ഒരു ദർസ് ഇന്ന് ലോകത്തുണ്ടോ? ഇരു ഹറമുകളിലും ഇമാം നബവി തങ്ങളെ കിതാബ് ഓതി കൊടുക്കുന്നില്ലേ? ഏത് ദർസിലും നബി ഇമാം തങ്ങളെ കിതാബ് ഓതുന്നില്ലേ? അന്ന് ബാപ്പ പറഞ്ഞ ഒറ്റ ഉപദേശം, പൊയ്ക്കോ മോനെ ഉസ്താദിന്റെ കൂടെ, നീ അങ്ങ് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ ബാപ്പാന്റെ വാക്ക് കേട്ടിട്ട് മോനങ്ങ് നീങ്ങുന്നു. വേറെ ഒന്നും ചോദിച്ചില്ല. അക്ഷരം പ്രതി അംഗീകരിച്ചപ്പോ 40 വയസ്സാകുന്നതിന്റെ മുമ്പ് തന്നെ വസാറ ഖുതുബൻ, അള്ളാഹുവിന്റെ മാർഗത്തില് ലോകത്തെ ഔലിയാക്കൾക്ക് മുഴുവനും ഖുതുബ എന്ന സ്ഥാനത്തേക്ക് അള്ളാഹു നബി ഇമാം തങ്ങളെ ഉയർത്തിയത് അന്നാ ബാപ്പ പറഞ്ഞ വാക്ക് കേട്ടതല്ലേ? ഉമ്മ പറഞ്ഞ വാക്ക് കേട്ടിട്ടല്ലേ? ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 18ാമത്തെ വയസ്സില് യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ഘട്ടത്തില് സ്വന്തം നാട്ടിൽ നിന്ന് ബഗ്ദാദിലേക്ക് നീങ്ങുമ്പോ കൊള്ള സംഘത്തെ നന്നാക്കിയത് ഉമ്മ പറഞ്ഞ വാക്ക് കേട്ടിട്ടല്ലേ? അവരെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവന്നില്ലേ? വമൻ സഅല വാലിദൈഹി ഫഹുവ ഫീ സബീലില്ലാഹ്. മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിച്ചാല് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അവരെ വാക്ക് തിരസ്കരിച്ചാലല്ല, അവരെ ക്രോസ് ചെയ്താലല്ല. ബാപ്പാന്റെ പൊരുത്തം സമ്പാദിക്കണം, ഉമ്മാന്റെ പൊരുത്തം സമ്പാദിക്കണം. ബാപ്പ പണം ചോദിച്ചാൽ മക്കൾ കൊടുക്കണം. ബാപ്പ ചില സമയങ്ങളിൽ സമയം നമ്മോട് ചോദിച്ചാൽ ആ സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കണം. ചിലപ്പോ ചില വിഷയങ്ങൾക്ക് അവർക്ക് പകരം നിൽക്കാൻ പറഞ്ഞാൽ പകരം നിന്ന് കൊടുക്കണം. നേരം എത്രയായാലും അതിന് കാവൽ നിന്ന് കൊടുക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്നത് കാണും. താബീങ്ങളിൽപ്പെട്ട ഒരു പറ്റം പണ്ഡിതന്മാര് ഒരു നാട്ടിലൂടെ നടന്നു പോകുമ്പോ ഒരു വീട്ടിന്റെ തൊട്ടടുത്തൊരു പള്ളിക്കാടുണ്ട്, മഖ്ബറയുണ്ട്, ഖബർസ്ഥാനുണ്ട്. അസ്റിന്റെ നേരമാണ്. ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ഒരു കഴുതാലറും പോലെ കേൾക്കുന്ന ശബ്ദം. അതാ പുറത്തേക്കൊരു തല വന്നു. കഴുതന്റെ അതേ തലയാണ്, പക്ഷേ കഴുതനെ മറവ് ചെയ്യുന്ന സ്ഥലമല്ല, മനുഷ്യന്മാരെ മറവ് ചെയ്യുന്ന സ്ഥലമാ. ഇവർക്ക് പേടി തോന്നി. രൂപം നോക്കുമ്പോ കഴുതയുടെ രൂപമാണ്, ബാക്കിയൊക്കെ മനുഷ്യന്റെ രൂപമാണ്. കുറെ നേരം പുറത്തേക്ക് തലയിട്ടിട്ട് കഴുതാലറും പോലെ അലറിയിട്ട് കേൾക്കാൻ അരോചകമായ ശബ്ദമാണല്ലോ കഴുതന്റെ ശബ്ദം. ഇന്നങ്കറല്ല സുവാത്തി ലസൗത്തുൽ ഹമീർ. കേൾക്കാൻ ഒരു സുഖവുമില്ലാത്ത സൗണ്ടാണ് കൈതന്റെ സൗണ്ട്. കൈത അലറും പോലെ അരട് വിളിച്ചിട്ട് കുറച്ചങ്ങ് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയി. ഖബറങ്ങ് മേലെ മൂടിപ്പോയി. ഇവർക്കൊന്നും മനസ്സിലായില്ല. അവർ പേടിച്ചോണ്ട് ചോദിച്ചു, എന്താ പോയി കണ്ടത്? അപ്പൊ ഇവരിങ്ങനെ പേടിയോടെ നോക്കുന്ന രംഗം കണ്ടൊരു പെണ്ണ് പറഞ്ഞു, അതാ ആ വീട്ടിൽ പോയി നോക്കിയാൽ അങ്ങകലുള്ള വീട്ടിൽ പോയാൽ ഒരു പ്രായം ചെന്ന ഉമ്മാനെ കാണും. ആ ഉമ്മാനോട് നിങ്ങൾ ചോദിച്ചാൽ മതി എന്താണ് അവസ്ഥ. ബാക്കിയൊക്കെ ഉമ്മ പറഞ്ഞു. ഇവരേതായാലും ഈ സംഭവം എന്നറിയണമല്ലോ. ആ പ്രായമുള്ള ഉമ്മാന്റെ അടുത്തെത്തി. പ്രിയപ്പെട്ട ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളോട് ചോദിക്കാനാ പറഞ്ഞത്, എന്താ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു രൂപം പുറത്തേക്ക് വന്ന് ഒരു കഴുതനെ പോലെ മുഖവും ശരീരമൊക്കെ തോന്നിക്കുന്ന രൂപത്തിൽ ഒരു രൂപം പുറത്തേക്ക് വന്നിട്ട് കുറെ നേരം ഇങ്ങനെ ശബ്ദിച്ചു, പിന്നെ ഉള്ളിലേക്ക് അങ്ങ് പോയി, ഖബർ അങ്ങ് മൂടി. എന്താണ് സ്വഭാവം? ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു, ഇത് ഇന്നല്ല, മറവ് ചെയ്തതിന്റെ ശേഷം എല്ലാ വൈകുന്നേരവും ഉള്ള പരിപാടിയാണത്. അതെന്റെ മകനാണ്. എന്റെ മകനാണ്. ഞാൻ ഈ വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുമ്പോ ഞാൻ എന്റെ മകനോട് പറഞ്ഞു, മോനെ മിണ്ടല്ലടാ, ഞാൻ ഇവിടെ ഖുർആൻ ഓതട്ടെ. ആ സമയത്ത് എന്റെ മകൻ എന്നെ ക്രോസ് ചെയ്തു. അത്തൻഹഖീന കമാ തൻഹഖുൽ ഹിമാർ. തള്ളേ, കഴുത കുരക്കും പോലെ അലറും പോലെ നീ അലറുകയാണോ? എന്നോടൊരു വാക്ക് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, ഞാനല്ലടാ കഴുത, നീയാണ് കഴുതനെ പോലെ ആക്രോശിക്കുന്നത്. ഞാൻ നിന്നെ ഉപദേശിക്കുകയാണല്ലോ. നേരെ പിറ്റേന്നവൻ മരണപ്പെട്ടു. പിന്നെ എല്ലാ വൈകുന്നേരവും അവന്റെ ഗുരുത്വക്കേടായി. ലോകത്തെ അള്ളാഹു കാണിച്ചു കൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തമാണിത്. ഓ സഹോദരന്മാരെ, വമൻ സഅല വാലിദൈഹി ഫഹുവ ഫീ സബീലില്ലാഹ്. നിസ്കാരമുള്ള യുവാക്കളെ, യുവതികളെ, ബാപ്പ പറഞ്ഞത് കേൾക്കണം, ഉമ്മ പറഞ്ഞത് കേൾക്കണം.
നമ്മുടെ യുവത്വത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിക്കുന്നതിന്റെ മാർഗമാണ്. അനുസരണക്കേട് കാണിക്കാൻ തോന്നുന്ന ഏറ്റവും നല്ല പ്രായമാണല്ലോ യുവത്വ പ്രായം. അപ്പയാണ് ഏറ്റവും നല്ല അനുസരണ വേണ്ടത്. അതൊന്ന് മാതാപിതാക്കളോടാണ്. വമൻ സഅലാ ഇയാലിഹി ഫഹുവ ഫീ സബീലില്ലാഹ്. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി തൊഴിലെടുത്ത് ജീവിക്കുന്ന യുവാക്കളുണ്ടല്ലോ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. വമൻ സഅലാ നഫ്സിഹി യുഗ്നീഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, സ്വന്തം ആവശ്യത്തിന് വേണ്ടി സമ്പാദിച്ച് ജീവിക്കുന്ന യുവാവ് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം ചെലവഴിക്കുന്ന യുവാവാണ്. ഓ സഹോദരന്മാരെ, നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് നമുക്ക് മടി തോന്നരുത്. കാരണം യുവാക്കളുടെ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയത്ത്, സാമ്പത്തിക സ്രോതസ് അവരെ കയ്യിലുണ്ടാകുന്ന സമയത്ത് പിശാചത് ചെലവഴിക്കാൻ ഏറ്റവും കൂടുതൽ അവരെ പ്രേരിപ്പിക്കുക എന്തിനാണെന്നറിയോ? അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിലാണ്. അതിലൊന്നാണ് വിനോദം. ഞാൻ എന്റെ ഉപ്പമാരോട് പറയട്ടെ, യുവത്വത്തിന്റെ പ്രസരിപ്പെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യുവാക്കൾ അവർ കളിക്കേണ്ടവരല്ല, അവർ കാര്യബോധത്തോടെ പ്രവർത്തിക്കേണ്ടവരാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ഇസ്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അതിലൊക്കെ നമ്മുടെ ഒരു പങ്ക് വേണം. നമ്മുടെ യുവാക്കൾക്ക് അതിനൊക്കെ വലിയ സെറ്റപ്പ് വേണം. രാവിലെ തന്നെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി സ്വന്തം വാഹനം ഉപയോഗിച്ച് പള്ളിയിലേക്ക് എത്തുന്ന ചെറുപ്പക്കാരനുണ്ടോ? അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ല പൊരുത്തപ്പെടുന്ന രീതിയിൽ യുവത്വം ചെലവഴിച്ചവനാണ്. അതേ സമയത്ത് നിങ്ങൾ നോക്ക്, ആ യുവാവിനെ പറ്റി അള്ളാഹു അത്ഭുതപ്പെടുന്നുണ്ട്. അള്ളാഹ്ക്ക് അത്ഭുതമൊന്നുമില്ല, അത്ഭുതം സൃഷ്ടികൾക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷേ അല്ല തൃപ്തിപ്പെടുന്നു എന്നാ അതിന്റെ അർത്ഥം. എന്റെ സ്വന്തം വകയിൽ പറഞ്ഞതല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ലയഅജബു മിനശ്ശാബി ലൈസത് ലഹു സുബ്വാ. അല്ലാഹു അതിശയപ്പെടുന്ന ഒരു യുവാവുണ്ട്. അതാരാ യുവാവ്? ലൈസത് ലഹു സുബ്വാ. ആ യുവാവിന് കുട്ടിക്കളിയില്ല, കുട്ടിത്വമില്ല. ഇപ്പോഴും 35-40 കളി മാറ്റാനായിട്ടില്ല. അതിന് പ്രായമാകണ്ടേന്നാ ചോദിക്കുന്നത്, അല്ലേ? പലരും കളിക്കളത്തിൽ നിന്ന് എന്താ പോകാത്തതെന്ന് ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ പ്രായമായിട്ടില്ല എന്നാ പറയുന്നത്. നേതാക്കൾ തന്നെ പറഞ്ഞ പ്രായമായിട്ടില്ല എന്നാ. പിന്നെ അണികൾ ഏതായാലും ഇത് പറയൂലേ. നിങ്ങൾ നോക്ക്, ലൈസത് ലഹു സുബ്ഹാ, കുട്ടിത്തമില്ല, കുട്ടിക്കളിയില്ല. കുട്ടിക്കളിയിൽ എന്തെല്ലാം ഉണ്ടാകും? പലതും ഉണ്ടാകും. ഇതിനൊരു പക്വത എത്തിയിട്ടുണ്ട്. എന്താണ് അവന്റെ പക്വത? ചെറുപ്പകാലത്തുള്ളത് പോലെയല്ല, അവൻ നന്നായി ജീവിക്കും, നന്നായി ജീവിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടില്ലേ? ചില ചെറുപ്പക്കാരെ പറ്റി പറഞ്ഞല്ലോ, നിഅമർ റജുലു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു, നല്ല ചെറുപ്പക്കാരനാണ്. എന്താ നല്ല ചെറുപ്പക്കാരനാന്ന് പറയാൻ കാരണം? ഒരുപാട് സൽസ്വഭാവങ്ങൾ, യുവത്വത്തിന്റെ സൽസ്വഭാവങ്ങൾ ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളിലുണ്ട്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് സ്ഥിരമായി അന്തിയുറങ്ങിയത് മദീനത്തെ പള്ളിയിലാണ്. ഞാൻ എന്റെ യുവാക്കളോട് പറയട്ടെ, നമ്മുടെ ആരോഗ്യത്തിന്റെ നല്ലൊരു ഭാഗം കളിക്ക് വേണ്ടിയല്ല ചെലവഴിക്കേണ്ടത്. എത്ര സ്കോറാ ഓരോരുത്തരും നേടുന്നത് ഓരോ ദിവസവും. കളിപ്രായം മാറിയിട്ടില്ലല്ലോ. എന്നിട്ട് വലിയ ആവേശത്തോടെ പറയും ബാപ്പാ, ഉമ്മ, കൂട്ടുകാരാ ഇവരോട്, എന്താ പറയാ, ഇന്നലെ രാത്രി എനിക്ക് ഒരു നിലക്കും തെറ്റ് വീഴാതെ 25,000 സ്കോർ നേടാൻ കഴിഞ്ഞു. മോനെ, പരലോകത്തേക്ക് എത്ര സ്കോർ നേടി? നിന്റെ ആ നല്ല സന്ദർഭമുണ്ടല്ലോ, പ്രസരിപ്പുള്ള സന്ദർഭം, ആ സന്ദർഭത്തിൽ നല്ല യുവാക്കൾ മുമ്പ് ജീവിച്ചിരുന്നു. അവരെന്താ ചെയ്തിരുന്നത്? അവര് ചെയ്തിരുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിച്ചതാണ്. എന്താണ് അധ്വാനം? നീ രാത്രി സമയം മുഴുവനും ഈ ഉപകരണത്തിൽ ചെലവഴിച്ചുകൊണ്ട് 1-2 മണിക്കൂർ 25,000 സ്കോറിന് വേണ്ടി ചെലവഴിച്ചെങ്കിൽ അവര് കിടന്നുറങ്ങി. നേരം വെളുക്കുന്ന സമയത്ത് പള്ളിയിലേക്കെത്തി. യുവാക്കൾ ആരാധനയിൽ സജീവമാകണം. ആരാധനയിലാണ് അവരെ ജീവിതം കഴിക്കേണ്ടത്. അതല്ലേ ആവേശമുള്ള സമയം, നശാത്തുള്ള സമയം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ബന്ധങ്ങളും ബാധ്യതകളൊക്കെ വന്നാൽ പിന്നെ ഭാരമായി.
ഭാരമാകുമ്പോ അത്ര ആരാധനക്ക് നമുക്ക് അവസരം തുറന്നു കിട്ടില്ല. ആരാധനക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം യുവത്വത്തിന്റെ സമയമാണ്. പിശാച് തെറ്റിക്കാൻ നോക്കുന്നതും യുവത്വത്തിന്റെ സമയമാണ്. പിശാച് ഏതൊരു മനുഷ്യനെയും ഏതൊരു യുവാവിനെയും തെറ്റിക്കുന്നത്, ഒന്നാം നമ്പറായി തെറ്റിക്കുന്നത് ഭക്ഷണത്തിലൂടെയാ. യുവാക്കൾ കരുതിയിരിക്കണം, റബ്ബ് പൊരുത്തപ്പെടുന്ന ഭക്ഷണേ കഴിക്കൂ എന്ന് പ്രതിജ്ഞ എടുക്കണം. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത്, ഒരു യുവാവ് സുബൈക്ക് ജമാഅത്തിന് വരുന്നവനാ, മഗ്രിബിന് ജമാഅത്തിന് വരുന്നവനാണ്, ദർസിലൊക്കെ വന്ന് ഒരു സബക്കെങ്കിലും കേൾക്കാനിരിക്കുന്നവരാ, നല്ല മട്ടത്തിൽ ഇങ്ങനെ തൊഴിലും ചെയ്ത് ജീവിക്കുന്നവനാണെങ്കിൽ, ഒരു യുവാവ് അങ്ങനെ യാബിദായി വളർന്നു വരികയാണെങ്കിൽ പിശാച് അവന്റെ കൂട്ടാളികളോട് പറയും, നിങ്ങൾ അവനെ ഒന്ന് നിരീക്ഷിക്കണം. മിൻ ഐന മത്അമുഹു, അവന്റെ ഭക്ഷണം എവിടുന്നാ? കട്ടെടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവനെ കൊണ്ടൊന്നും വിഷമല്ല, നമ്മൾ പിടിക്കുന്നതിലേക്ക് പെട്ടെന്ന് കിട്ടും. ബൈക്ക് മോഷണത്തിൽ എത്ര ചെറുപ്പക്കാരെയാണ് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തത്? കോഴിക്കോട് ജില്ലയിൽ, നമ്മൾ കോഴിക്കോട് ജില്ലയാണല്ലോ, മലപ്പുറം ജില്ലയിലും രണ്ട് ഭാഗത്തും കൂട്ടിയിട്ട് ബൈക്ക് മോഷണം നടത്തിയ ചെറിയ കുട്ടിക്കളവുകാരെ പോലീസുകാർ ഒരു കൂട്ടിയപ്പോ എത്രയാ സഹോദരന്മാരെ അതിന്റെ എണ്ണം? യുവത്വത്തിലല്ലേ ഇതൊക്കെ നടക്കുന്നത്? ഭക്ഷണം ഹറാമായ വഴിക്കാണോ വരുന്നത്? പിശാച് പറയുന്നു, ഫൈൻകാന മത്അമുഹു മത്അമ സൂഇൻ, അവന്റെ ഭക്ഷണം ദുഷിച്ച രൂപത്തിലാണെങ്കിൽ ദഊഹു, അവനെ നിങ്ങൾ വിട്ടേക്കുക. ലാ തസ്തഗിലൂ ബിഹി, അവനെ കൊണ്ട് വല്ലാതെ കെട്ടിപ്പിണഞ്ഞുകൂടണ്ട. ഓൻ അധ്വാനിക്കട്ടെ, ഓൻ ക്ഷീണിച്ച് ഒരുപാടുണ്ടാക്കട്ടെ, അവനെ നമുക്ക് പെട്ടെന്ന് പിടിക്കാം. ദുഷിച്ച രൂപത്തിലാണ് ഭക്ഷണമെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ പിടിക്കാൻ വല്ലാത്ത പണിയാണ്. ഓനങ്ങനെ കിട്ടൂല, ഓനൊന്ന് നന്നായി ഒരുങ്ങേണ്ടി വരും. പിശാചിന്റെ പിടുത്തത്തിൽ നിന്ന് പിടുത്തം കൊടുക്കാതെ അനാവശ്യങ്ങളോട് കുതറിമാറി ജീവിക്കുകയാണെങ്കിൽ അരുതായ്മകൾ കൂടി വരുന്ന കാലമാണ്. രണ്ടാമത്തെ ഒന്നൊരു കാര്യം ഞാൻ പറയട്ടെ, ഉപദേശം നന്നായി ശ്രദ്ധിക്കണം. നല്ല വഴി, നല്ല നടപ്പുകളൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം, മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണം. രക്ഷിതാക്കൾ, യുവാക്കൾ വളർന്നു വരാൻ നല്ല വഴി കാണിച്ചു കൊടുക്കണം. ഒരൊറ്റ ഉദാഹരണം പറയാം, ഒരുപാട് വിഷയങ്ങൾ പറയേണ്ടതാ. ഒറ്റ ഉദാഹരണം പറയാ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുമ്പോൾ, നമ്മളൊക്കെ ശ്രദ്ധിച്ചോളൂ, പള്ളി മനോഹരമായി വന്നു, അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ ബാക്കി ഈ പള്ളി മൂലം ഈ രാജ്യത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് നല്ല നല്ല യുവാക്കളെ വളർത്തിയെടുക്കാൻ ഇത് അല്ലാഹു സബബാക്കി തരട്ടെ. വന്യരായ ഉസ്താദ് അവരുടെ ദർസുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, കാരണവന്മാരുടെ നേതൃത്വമുണ്ട്. ഒക്കെ കൂടി അങ്ങാകുമ്പോ പണ്ഡിതന്മാരുടെ സഹകരണമുണ്ട്, ഉമ്മമാരുടെ നല്ല സഹായമുണ്ട്. ഒക്കെ കൂടിയാകുമ്പോ നല്ല യുവാക്കൾ ഇനിയും പൊട്ടിമുളക്കും, ഇനിയും ഒരുപാട് വളർന്നു വരും. അതിനൊക്കെയുള്ള സൗകര്യങ്ങളല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ വളർത്തിക്കൊണ്ടുവന്നത് എങ്ങനെയാണ്? നന്മയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാന സബ്ബാഖൻ ബിൽ ഖൈർ, നന്മയുടെ വിഷയത്തിൽ മത്സരിച്ചാൽ ഒരൊറ്റ വലിയും സിദ്ദീഖ് തങ്ങൾ അടുത്ത് എത്തൂല. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങള് സുബ്ഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോ എല്ലാ മക്കളെയും വിളിച്ചിട്ടാ പള്ളിയിലേക്ക് പോകുന്നത്, അവരെ കൂടെ കൂട്ടിയിട്ടാ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടല്ലേ ഒരു ഹദീസിൽ കാണാം, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ അള്ളാഹുവിന്റെ ഹബീബ് എണീറ്റ് ചോദിക്കുന്നു 3 ചോദ്യം. ആ 3 ചോദ്യത്തിന് ആരാ ഉത്തരം പറയാൻ എന്ന നിലക്കാ ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, മൻ ആദ മിൻകുമുൽ യൗമ മരീളാ, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ച ആൾ ആരുണ്ട്? എപ്പോഴാ ചോദിക്കുന്നത്? സുബഹി നിസ്കാരം കഴിഞ്ഞ ആൾക്കാർ പിരിഞ്ഞുപോയി ളുഹറിന് വന്നിട്ടല്ല, സുബഹി നിസ്കാരം കഴിഞ്ഞ അവിടെ ഇരിക്കാൻ. രോഗി ആരാൻ തിരിഞ്ഞെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എല്ലാവരും സംസാരിക്കും, മറ്റേക്ക് സുഖമല്ലോ, മറ്റാളെ കാണാത്ത അതൊക്കെ പറയില്ലേ. അതിനൊന്നും ചാൻസ് കൊടുക്കാതെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം, ആരാ നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന് രോഗിയെ സന്ദർശിച്ചത്? സഹാബത്തൊക്കെ 4 ഭാഗത്തേക്ക് നോക്കാം, ബാക്കിലുള്ളവരൊക്കെ മുന്നിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കാൻ. ഒന്നാമത്തെ സൊഫിൽ നിന്ന് വലതു ഭാഗത്ത് നിന്ന് എണീക്കുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വളരെ വിനയത്തോടെ എണീറ്റ് നിൽക്കും. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഞാൻ ആരാ സന്ദർശിച്ചത് എന്നറിയോ? എപ്പോഴാ ഇതിനൊക്കെ സിദ്ദീഖ് തങ്ങൾക്ക് ടൈം കിട്ടിയത് എന്ന് പലരും അതിശയത്തോടെ ചോദിക്കുന്നു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോ
എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് സുഖമില്ല, ഇന്നലെ രാത്രി എനിക്ക് ആ വിവരം കിട്ടിയിട്ടുണ്ട്. പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ തന്നെയാണ് മഹാനവറുകളെ വീടുള്ളത്. മദീനത്തെ പള്ളിയോട് ചാരിയിട്ടൊന്നുമല്ല സിദ്ദീഖ് തങ്ങളെ വീടുള്ളത്. ഏകദേശം വാഹനത്തിൽ പോകണം. ആ അത്രയും നടന്നാലെത്തുന്ന കുറച്ചൊക്കെ ഒരു ദൂരമുണ്ട്. അവിടുന്ന് വരുന്ന വഴിക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ വീട്ടിൽ ഒന്ന് കയറി, ഒന്ന് വിഷയങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പുറത്തിറങ്ങി രോഗിയെ സന്ദർശിച്ചു. നേരം വെളുത്തിട്ട് സൂര്യൻ ഉദിക്കാൻ കാത്തു നിന്നില്ല. ഖുർആൻ പറഞ്ഞില്ലേ, വസ്സാബിഖൂന അസ്സാബിഖൂന ഉലൈകൽ മുഖറബൂൻ. നന്മയിലേക്ക് ഗമിക്കുന്നവർ, മുന്നോട്ട് മുന്നോട്ട് കുതിക്കുന്നവർ, അവർ അല്ലാഹുവിന്റെ സമീപസ്ഥരാ. അർശിന്റെ സമീപത്താണ് അവരെ വാസസ്ഥലം. ഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ മുഖറബീങ്ങളാണ്. മറ്റു ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് അവർ അടുത്തവരാണ്. എല്ലാ നിലക്കും അവർക്ക് സമീപമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വഇമാ. നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന് ആരാ നല്ലൊരു നോമ്പുകാരനായി വളർന്നിരിക്കുന്നത്, നേരം വെളുത്തത്? ഇന്ന് ആർക്കാണ് നോമ്പുള്ളത്? അതിനും എഴുന്നേറ്റ് നിൽക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ, ഈ ചോദ്യം ഇന്നലെയാണെങ്കിൽ എനിക്കും എണീക്കായിരുന്നല്ലോ. ഇന്നാണല്ലോ ഇപ്പൊ ഈ ചോദ്യം വന്ന്, ഞാൻ എന്ത് ചെയ്യാനാ? ഇന്നലെയാണ് ഈ ചോദ്യം വന്നതെങ്കിൽ അവിടെ നിൽക്കും പോലെ ഞാൻ ഇപ്പുറത്തും നിൽക്കും. നിനക്ക് നോമ്പില്ല, സിദ്ദീഖ് തങ്ങൾക്കേ നോമ്പുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മറ്റാരും ശ്രദ്ധിക്കാത്ത ദിവസത്തിലും നോമ്പെടുത്ത് ഒരുപാട് അക്കൗണ്ടിലേക്ക് ചേർക്കണം എന്ന ബോധം സിദ്ദീഖ് തങ്ങൾക്ക്. അറഫാ നോമ്പാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ? ആശൂറ നോമ്പാണെങ്കിൽ എല്ലാവരും എണീറ്റിക്കൂലെ? ഒപ്പം തിങ്കളാഴ്ച നോമ്പും വ്യാഴാഴ്ച നോമ്പാണെങ്കിൽ സ്വഹാബത്തിൽ എത്ര ആൾ എണീറ്റിക്കും? അയ്യാമുൽ ബീളിന്റെയും അയ്യാമുസൂദിന്റെയും നോമ്പാണെങ്കിൽ എല്ലാവരും എണീറ്റിക്കൂലെ? അതൊക്കെ പ്രത്യേകം പരിഗണിക്കുന്ന സ്വഹാബത്തിനോടല്ലേ ചോദ്യം. മൂന്നാമത്തത് കൂടി കേൾക്കുമ്പോ അത്ഭുതം തോന്നും. ഇന്ന് ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തതാരാ? പള്ളിയിൽ നിന്ന് ഇറങ്ങണ്ടേ എന്ന് സ്വഹാബത്ത് ചോദിച്ചു നബിയോട്. നബിയെ, പള്ളിയിൽ നിന്ന് ഇറങ്ങണ്ടേ? ഒരു മിസ്കീനെ കാണണ്ടേ? ഞങ്ങൾ നിസ്കരിക്കാൻ വന്നതല്ലേ? എണീക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയായി കൃത്യം നിർവഹിച്ചത്? അവിടെയാണ് എന്റെ വിഷയത്തിന്റെ പോയിന്റുള്ളത്. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ എന്റെ പിന്നാലെ എന്റെ മകൻ അബ്ദുറഹ്മാനുണ്ട്. അടിവരയിട്ടോ ബാപ്പമാരെ, പള്ളിയിലേക്ക് ഒന്നാം സോഫിലേക്ക് എത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോ 6:30 എണീറ്റ് ബ്രഷ് ചെയ്യുന്ന പൊന്നു മകനെ കണ്ടിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലേ? ഒന്നും തോന്നിയിട്ടില്ലേ? ആ ചെറുപ്പക്കാരന്റെ യുവത്വം നിങ്ങൾ മരവിപ്പിക്കാനാണോ ഒരുങ്ങുന്നത്? അവനെ ഒന്ന് ഒപ്പം കൂട്ടിക്കൂടെ? പള്ളിയിലേക്ക് വരുമ്പോ എന്റെ കൂടെ എന്റെ മകൻ അബ്ദുറഹ്മാൻ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സാക്ഷ്യപ്പെടുത്തല. ആ അബ്ദുറഹ്മാന്റെ കയ്യില് അതാ ഒരു ചെറിയ റൊട്ടി കഷ്ണമുണ്ട്. കുട്ടികൾ അങ്ങനെയാണോ? യുവളങ്ങനെയാണല്ലോ. അയക്കുന്നതിന്റെ മുമ്പ് വീട്ടിൽ നിന്നൊരു പത്തിരി എടുക്കും, അതിങ്ങനെ കുറച്ചിങ്ങനെ തിന്നിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെയുള്ള സ്വഭാവത്തിൽ എന്റെ കുട്ടിയുടെ കയ്യില്, എന്റെ മകന്റെ കയ്യിലുള്ള റൊട്ടി കഷ്ണം വാങ്ങിയിട്ട് മദീനത്തെ പള്ളിയിലേക്ക് കയറുമ്പോ ഞാനൊരു മിസ്കീനെ കണ്ടു. ഞാനതാ മിസ്കീന് കൊടുത്തു. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ വരുന്ന വഴിയില് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഇത്രമാത്രം നന്മകളെ കൊണ്ട് നിറച്ചപ്പോ എല്ലാ ആൻസറിനും ഒരാൾ തന്നെ ഉത്തരം നൽകിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, വാഹൻ വഹാ ലിരിഹിൽ ജന്ന. മംഗളമേ മംഗളം, സ്വർഗത്തിലെ സുഗന്ധത്തിന് മംഗളം. സ്വർഗമല്ലേ സുഗന്ധമായി അടിച്ചു വീശുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴിയല്ലേ? സ്വർഗത്തിലെത്താൻ വ്യഗ്രതയോടുകൂടി ചെയ്തതല്ലേ? അവിടെ എന്റെ പോയിന്റ്, സുബ്ഹി നിസ്കാരത്തിന് വരുമ്പോ അവരൊക്കെ മക്കളെ വിളിച്ചു എങ്കിൽ മാർഗദർശികളായിക്കോളൂ ഉപ്പമാരെ. അതിനാ നമ്മൾ ദുആർക്കുന്നത്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബേ, എന്റെ ഭാര്യമാരിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്ന് എനിക്ക് കൺകുളിർമയാകുന്നതിനെ തരണം.
കൺകുളിർമയാകുന്നത് എന്ന് പറഞ്ഞാല് ഇമാം റാസി തങ്ങൾ വിശദീകരിച്ചു, ഇമാം തൊബരി തങ്ങൾ വിശദീകരിച്ചു, അബു സഊദ് റഹ്മത്തുള്ളാഹി വിശദീകരിച്ചു. ഒരുപാട് ഖുർആൻ ജോലിയുടെ പത്രാസ് കൊണ്ടല്ല, മുഖത്തിന്റെ വളവളപ്പ് കൊണ്ടല്ല, ഖുർറത്തു അയ്യുനിൻ ഫിദ്ദീൻ, അവൻ ദീനിൽ കുളിർമയുള്ളവനാ. അവന്റെ നിസ്കാരത്തിനുള്ള പോക്ക് കണ്ടാല്, ബാപ്പയെ പോലും വിളിക്കുന്നത് കണ്ടാല്, ബാപ്പയെത്തിയാല് തൊട്ട് പിന്നാലെ പള്ളിയിലെത്തുന്നത് കണ്ടാല് അത് ഖുർറത്തു അയ്യുനാ. ബാപ്പയെപ്പോലും നിസ്കരിക്കാൻ പ്രേരിപ്പിച്ച യുവാക്കളില്ലേ, കുട്ടികളില്ലേ, മക്കളെ നിസ്കാരം കണ്ടിട്ട് ബാപ്പമാര് നിസ്കാരം പകർത്തിയില്ലേ, മക്കളെ ഖുർആനോത്ത് കണ്ടിട്ട് ബാപ്പമാര് ഖുർആനോദിയില്ലേ. അതൊക്കെ ഇപ്പൊ പറഞ്ഞാ തീർക്കാൻ കഴിയുമോ? മക്കളെ സ്വതക്കയുടെ ബാഹുല്യം കണ്ടിട്ട് ബഖീലന്മാരായ ബാപ്പമാര് പോലും സ്വതക്കക്ക് വേണ്ടി കൈനീട്ടിപ്പോയി. തെറ്റ് ജീവിച്ചിരുന്ന ഉമ്മമാര് മക്കളെ നല്ല വിഷയം കണ്ടിട്ട് തെറ്റിൽ നിന്ന് മുക്തരായി മാറി. നിങ്ങൾ നോക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ പിന്നാലെ കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന് കൊണ്ടുവരുമ്പോ, പാപ്പമാരെ, നമ്മളവർക്ക് മാർഗദർശികളാകാൻ പ്രാർത്ഥിച്ചാ മാത്രം പോരാ, മക്കളെ നീ മുത്തഖീങ്ങളാക്കി തരണം. ആ മുത്തഖീങ്ങൾ ഇമാമാ. ആരാണ് ഈ മുത്തഖീങ്ങൾ? സ്വന്തം മക്കൾ മുത്തഖീങ്ങളാ. അവർക്കൊരു മാർഗയോഗിയായി, ഒരു മാർഗദർശിയായി, ഒരു ഇമാമായി എന്നെ മാറ്റണം. എന്റെ പിന്നാലെ നടന്നിട്ട് എന്റെ മകൻ പഠിക്കണം. സുബ്ഹി നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് തഹജ്ജുദിന് എണീറ്റുകൊണ്ട് സ്വന്തം മക്കളെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എങ്ങനെ വിളിച്ചു? റൂമിന് മുട്ടിയില്ല, പുതപ്പ് വലിച്ചില്ല, ഓരോ കതകിന്റെ അടുത്ത് പോയിട്ടും മോദിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. സൂറത്തു ത്വാഹയിലെ ഈ ആയത്തോടുമ്പോ ഒരു റൂമിൽ നിന്നൊരു കുട്ടി എണീക്കുന്നു, അടുത്ത റൂമിൽ നിന്നൊരു കുട്ടി എണീക്കുന്നു, എല്ലാവരും കൂടി പള്ളിയിലേക്ക് നീങ്ങുന്നു. ഓ ഉപ്പമാരെ, നമ്മൾ മാർഗദർശികളാകണം. നമ്മളെ കണ്ടിട്ട് നമ്മളെ മക്കള് പകർത്തണം. ഉമ്മമാരെ, നമ്മുടെ സ്വഭാവം കണ്ടിട്ട് നമ്മുടെ മക്കള് പകർത്തണം. പഴയകാലത്ത് ഉമ്മമാരിൽ നിന്നല്ലേ മക്കള് നല്ല വിഷയങ്ങൾ കൈമാറിയത്. എന്റെ ഉമ്മ പാടുന്നത് കേട്ടിട്ടാണ് ഞാൻ മുഹിദ്ദീൻ മാല പഠിച്ചത്, നഫീസത്ത് മാല പഠിച്ചത്, മഞ്ഞക്കുളം മാല പഠിച്ചത്. ദർസിൽ അതിനൊരു സിലബസ് ഒന്നും ഇല്ല. ദർസിന് സിലബസ് ഇല്ല. ഏതെങ്കിലും ദർസിലുണ്ടോ ഒരു വിഷയം മുഹിദ്ദീൻ മാല പഠിപ്പിക്കാം, മഞ്ഞക്കുളം മാല പഠിപ്പിക്കാം? എപ്പോഴെങ്കിലും ദർസ് ഓതുന്നതിന്റെ ഇടയ്ക്ക് കുട്ടികൾ മുഹിദ്ദീൻ മാല മഞ്ഞക്കുളം പാടാൻ പാടുമ്പോ ഉസ്താദ്മാർ വന്നിട്ട് പറയും മാല പിന്നെയും പാടാ, കിതാബ് ഓതിക്കൂടും. അങ്ങനെ ഉസ്താദ്മാര് പറയല്ലേ, മാല അതൊക്കെ പിന്നെയും പാടാം, ഇന്ന് നേരെ ഒരുപാട് കിതാബ് ഓതിക്കൂടാ, അതിനപ്പോ സമയം കിട്ടണ്ടേ എന്ന് പറയും. അതേ സമയത്ത് ഉമ്മമാര് ഭർത്താക്കന്മാരെ കാത്തിരിക്കുമ്പോ ഇന്നെന്താ ചെയ്യുന്നത്? ഇന്ന് ഡിങ്കി ഡാങ്കി കേൾക്കുകയാണ്, കാണാനും കേൾക്കാനും പാടില്ലാത്തത് കാണുകയാണ്, മക്കളെ ദുഷിപ്പിക്കുകയാണ്, കൽബ് മരയിപ്പിക്കുകയാണ്. എന്റെ ഉമ്മ, നമ്മളെ ഉമ്മാമ്മമാര് പഴയ കാലത്ത് ബാപ്പമാരെ കാത്തിരിക്കുമ്പോ ഉറക്കം ബാപ്പ വരാതെ ഉറങ്ങാതെ വാശി പിടിക്കുന്ന മക്കളുണ്ടാകും. അവരെ മടിയിൽ കിടത്തിയിട്ട് ഉമ്മമാര് പറയും, ബിസ്മിൽ മുഹൈമിനി അബ്തദീം ലായി വബിഹംദിഹി ശുക്രൻ അലൻ നഅമായി ثم الصلاة والسلام على الذي قد خص بالميراج والإسراء وبقيسهم وقتادة من عينه ردت بكف الرارم المصفى أسد الإله وسيد الشهداء
ഈ വിധി കിട്ടുന്നു, കുട്ടിയെ ചൊല്ലാൻ പഠിക്കുന്നു, മഹാന്മാരുടെ മധു വരുന്നു, മങ്കൂസ് മോനത് പഠിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ, യുവത്വത്തിൽ തന്നെ ഉമ്മയിൽ നിന്നത് കേൾക്കുമ്പോ മനസ്സിനടുമ്പോ ഒഴിവ് കിട്ടുന്നിടത്ത് കുട്ടിന്റെ പാടണമോ, യുവാവിനെന്തെങ്കിലും പാടണമോ? മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന പാട്ടല്ലേ വരുന്നത്. മനസ്സിൽ ആത്മീയ ആവേശം നമ്മുടെ നാട്ടില് കലാപത്തിന്റെ കലുഷിത രംഗങ്ങളുമായി വെള്ളപ്പട്ടാളക്കാരും പറങ്കിപ്പട്ടാളക്കാരും ഒരു കാലത്ത് കടന്നു വന്നപ്പോ സ്വന്തം വീട്ടിലെ ഉമ്മമാരോട് ചെറുപ്പക്കാര് മാറോണച്ച് വീട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തുകൊണ്ട് ചുംബനം കൊടുത്ത് ഇറങ്ങിപ്പോകുമ്പോ ബദ്രിയത്തുൽ മങ്കൂസിയെ ചൊല്ലിയിട്ടായി ഇറങ്ങിപ്പോകുന്നത്. ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബില്ലാഹി صلى على محمد والآل وسلام الله أبو بكر عمر عثمان ثم حيدر نسل لعوف آمر عن كلهم رضوان الله. ബദരീങ്ങളെ ചൊല്ലിയിട്ട് ഇറങ്ങിപ്പോയപ്പോ ബ്രിട്ടീഷുകാരെയും പറങ്കിപ്പട്ടാളത്തെയും ആ